ഹായ് നമുക്കറിയാം ആവശ്യപ്പെട്ടു. മദ്യത്തിന് മുന്നില് ശക്തിഹീനരെന്ന് ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങളുടെ ജീവിതം അനുഗ്രഹമായി പോയി. അതുപോലെ രണ്ടാമത്തെ പടി, ഞങ്ങളെ സുബോധവാന്മാരാക്കുവാൻ ഞങ്ങളെക്കാൾ ഒരു വലിയ ശക്തിക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് വിശ്വസിക്കാൻ തുടങ്ങി. 3, ഞങ്ങളുടെ ഇച്ഛകളും ജീവിതവും ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണത്തിൽ വിട്ടുകൊടുക്കുവാൻ തീരുമാനിച്ചു. ഇംഗ്ലീഷില് മൂന്നാമത്തെ പടി വിവരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: made a decision to turn our will and our lives over to the care of God as we understood him. ആദ്യത്തെ പടിയിലെ അഡ്മിഷൻ അല്ലെങ്കിൽ സമ്മതിക്കൽ കഴിഞ്ഞ് രണ്ടാമത്തെ പടിയിലേക്കുള്ള വിശ്വാസം വന്നതിന് ശേഷം മൂന്നാമത്തെ പടിയില് നമ്മളൊരു തീരുമാനത്തിലേക്ക് കടക്കുകയാണ്. അതായത് God as we understood him, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിന്റെ ഇതിലേക്ക് നമ്മുടെ ജീവിതത്തെ ടേൺ ചെയ്യുകയാണ്. ഒരു ഹയർ പവറിലേക്ക് നമ്മുടെ ജീവിതത്തെ ടേൺ ചെയ്യുകയാണ്. ടേൺ, തിരിച്ചുവിടുക. ടേൺ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിലൊരർത്ഥമാണ് തിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ദൈവത്തിലേക്ക് നമ്മളൊരു തിരിയൽ നടത്തുക, അല്ലെങ്കിൽ മൂന്നാം പടിയില് നമ്മൾ ടേൺ ചെയ്യുകയാണ്, ഒരു തിരിയൽ നടത്തുകയാണ്. എവിടേക്കാണ്? അവർ വിൽ ആൻഡ് അവർ ലൈവ്സ്, നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ സച്ചയാൽ നിറഞ്ഞ നമ്മുടെ ആഗ്രഹത്തെയും ജീവിതത്തെയും ഓവർ ടു ദ കെയർ ഓഫ് ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം, ദൈവത്തിന്റെ സംരക്ഷണത്തില് വിട്ടുകൊടുക്കാനായിട്ട് അല്ലെങ്കിൽ സംരക്ഷണത്തില് തിരിച്ചുവിടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അപ്പോ എയിലെത്തുന്ന ഒരു ആൽക്കഹോളിസ്റ്റ് അനോണിമസിലെ അംഗത്തോട് എ പറയുന്നത്, നിങ്ങളൊരു തീരുമാനമെടുക്കണം. നിങ്ങളുടെ ജീവിതത്തില്, അല്ലെങ്കിൽ ഷിബു എന്ന് പറയുന്ന ഞാൻ, എന്റെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളും ജീവിതവും ദൈവത്തിന്റെ സംരക്ഷണത്തില് തിരിച്ചുവിടാനായിട്ട് ഞാൻ ശ്രദ്ധിക്കണം. അപ്പോ ഉയർന്ന ശക്തി എന്നുള്ള അർത്ഥത്തിലാണ് ഗോഡ് ആസ് ഐ അണ്ടർസ്റ്റുഡ് ഹിം എന്നോ വി അണ്ടർസ്റ്റുഡ് ഹിം എന്നോ പറയുന്നത്. അപ്പോ ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം എന്ന സ്ഥാനത്ത് ഷിബു അണ്ടർസ്റ്റുഡ് ഹിം. ഷിബു എന്താണോ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്, അതാണ് അവിടെ ഉയർന്ന ശക്തിയായിട്ട് കടന്നു വരുന്നത്. സ്റ്റെപ്പ് 3 അല്ലെങ്കിൽ പടി 3 വരുന്നത് 2 വഴികളിലൂടെയാണ്. ഒന്ന് അഡ്മിഷനാണ്, 2 അണ്ടർസ്റ്റാൻഡിങ്ങും. അല്ലെങ്കിൽ ഓരോ മെമ്പേഴ്സിനോടും ചില സ്പെഷ്യൽ ഫാക്ട്സിൽ വിശ്വസിക്കുവാനാണ് പറയുന്നത്. എന്താണ് ഈ സ്പെഷ്യൽ ഫാക്ട്സ്? ആ ഫാക്ട്സുകളെ നമ്മൾ ഒന്നാം പടിയിലൂടെയും രണ്ടാം പടിയിലൂടെയും എല്ലാം കണ്ടു കഴിഞ്ഞു. ഓരോ അഡിക്റ്റും താൻ ഉപയോഗിക്കുന്ന മദ്യാസക്തി അല്ലെങ്കിൽ മദ്യത്തിന് അടിമയായ ഒരാൾ താൻ ഉപയോഗിക്കുന്ന മദ്യം ഞാൻ കഴിച്ചാലും വീണ്ടും വീണ്ടും കഴിച്ചാലും എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ്. അതായത് എനിക്ക് മദ്യത്തിന് മേലെ ഒരു നിയന്ത്രണമുണ്ട് എന്നാണ്. അല്ലെങ്കിൽ എനിക്ക് വീണ്ടും മദ്യത്തിന് മേൽ നിയന്ത്രണം വീണ്ടെടുക്കാൻ പറ്റും എന്നുള്ള ധാരണയിലാണ് വീണ്ടും വീണ്ടും കുടിയിലേക്ക് ഓരോ മദ്യാസക്തനും വീണു പോകുന്നത്. അപ്പോ എനിക്ക് കഴിയൂല, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയന്ത്രണം എനിക്കില്ല എന്നുള്ള ഒരു അഡ്മിഷൻ, അല്ലെങ്കിൽ യു ആർ നോട്ട് ഇൻ കൺട്രോൾ, നിങ്ങൾ നിയന്ത്രണ വിധേയത്തിലല്ല എന്നുള്ള ഒരു ആശയം ഞാൻ അഡ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരുടെ സഹായത്താലാണ്. പ്രത്യേകിച്ച് ആൽക്കഹോളിസം അനോണിമസിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ മറ്റ് അംഗങ്ങൾ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഈ അഡ്മിഷനിലേക്ക് കടന്നു വരികയാണ്. അപ്പോ നമ്മൾ ദൈവത്തിന്റെ ഇതിലേക്ക് തിരിച്ചുവിടണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സംരക്ഷണത്തിലേക്ക് ജീവിതത്തെയും നമ്മുടെ ഇച്ഛകളെയെല്ലാം തിരിച്ചുവിടണമെങ്കിൽ ഈ ആദ്യത്തെ അഡ്മിഷൻ ആവശ്യമുണ്ട്. എനിക്ക് മദ്യത്തിന് മേൽ യാതൊരു നിയന്ത്രണവുമില്ല. രണ്ടാമത്തെ പടിയിൽ എത്തുന്ന ഒരാൾ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കാണ് എത്തുന്നത്. എന്നില് ഒരു ഉന്നത ശക്തി എന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. അതിനെ ഞാനൊന്ന് തുടച്ച്
മിനുക്കിയെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ആശയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് ഉള്ള ശക്തി കിട്ടാനായിട്ടാണ് രണ്ടാമത്തെ പടി നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോ രണ്ടാമത്തെ പടിയിൽ പ്രധാനമായിട്ടും മദ്യത്തിന് മേല് എനിക്ക് യാതൊരു നിയന്ത്രണവുമില്ല. അത് മാത്രമല്ല എനിക്ക് ഒറ്റയ്ക്ക് അത് നിയന്ത്രിക്കാനായിട്ട് കഴിയുകയുമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരംഗത്തോട് പറയുന്നു, നിനക്ക് പവർ ഗ്രേറ്റർ ദാൻ യുവർസെൽഫ്, നിന്നിലേക്കാളും വലിയൊരു ശക്തിയില് അല്ലെങ്കിൽ ഷിബുവിനേക്കാളും വലിയ ഒരു ശക്തിയിൽ ആശ്രയിച്ചാല് അതിനു മേലെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സാധിക്കും. അത് നിന്നെ റീസ്റ്റോർ ടു സാനിറ്റി, നമ്മളെക്കാൾ വലിയൊരു ശക്തിയിലൂടെ എന്റെ മാനസിക ആരോഗ്യം പുനർനിർമ്മിക്കാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മനസ്സിലാക്കലുകളാണ് രണ്ടാമത്തെ ഭാഗത്തായിട്ട് വേണ്ടത്. അപ്പോ ആദ്യത്തേത് അഡ്മിഷനും രണ്ടാമത്തേത് അണ്ടർസ്റ്റാൻഡിങ്ങും, മനസ്സിലാക്കലുകളും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് വിളിക്കുന്നത്, 12 സ്റ്റെപ്പ് പ്രോഗ്രാമിനെ വിളിക്കുന്നത് ഫെയ്ത്ത് മീറ്റ് സയൻസ് എന്നാണ്. അതായത് ഒരു വിശ്വാസത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു ശാസ്ത്രം. അതാണ് 12 സ്റ്റെപ്പ് പ്രോഗ്രാം. ആൽക്കഹോളിസം അനോണിമസില് ഈ പറയുന്ന സുബോധാവസ്ഥയിൽ നിലനിൽക്കാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ആൽക്കഹോളിസം അനോണിമസ് ഓരോ ഇൻഡിവിജ്വലിനെയും മെമ്പേഴ്സിനെയും സഹായിക്കുന്നത് ഈ 12 സ്റ്റെപ്പ് പ്രോഗ്രാമിന്റെ എഫക്റ്റീവ്നെസ് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ഗുണമേന്മ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഹൈ റേറ്റില് ആൽക്കഹോളിസം അനോണിമസിൽ വരുന്ന അംഗങ്ങൾക്ക് സോബറായിട്ട് നിലനിൽക്കാൻ സാധിക്കുന്നത്. 12 പടി പ്രോഗ്രാമിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് പരാജയപ്പെടേണ്ടി വരില്ല എന്ന് നമ്മളുടെ ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. റെയർലി വി ഹാവ് സീൻ എ പേഴ്സൺ ഫെയിൽ ഹു ഹാസ് thoroughly followed our path. നമ്മുടെ പാത തികച്ചും പിന്തുടരുന്ന ഒരുവൻ പരാജയപ്പെടുക വിരളമാണ്. ഈ സന്ദേശമാണ് മൂന്നാം പടിയിലൂടെ നമ്മൾക്ക് തന്നെ കൊടുക്കേണ്ടത്. അതായത് ആൽക്കഹോളിസം അനോണിമസിന്റെ പടികൾ അല്ലെങ്കിൽ ഈ സ്ലിപ്പിൽ നിന്നും റിലാപ്സിൽ നിന്നും മോചനം നേടുന്നതിലേക്കായിട്ടാണ്. അതുകൊണ്ട് മൂന്നാം പടിയില് നമ്മുടെ ഇച്ഛകളും ജീവിതവും ഈ 12 സ്റ്റെപ്പ് പ്രോഗ്രാമിന്റെ ബേസില് ദൈവമെന്നോ അല്ലെങ്കിൽ എന്നേക്കാൾ വലിയ ശക്തി എന്ന് പറയുന്ന ഒരാശയത്തിലേക്ക് വന്നുകൊണ്ട് നമ്മൾ ടേൺ ചെയ്യാൻ തയ്യാറാകണം. എന്തുകൊണ്ടാണ് സ്റ്റെപ്പ് 3 അത്യാവശ്യമാകുന്നത്? കാരണം 12 സ്റ്റെപ്പ് പ്രോഗ്രാമിൽ വരുന്ന ഒരു അംഗം, അദ്ദേഹത്തിന്റെ ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ നാഴികക്കല്ലാണ് സ്റ്റെപ്പ് 3. കാരണം സ്റ്റെപ്പ് 3 എത്തുന്ന ഒരു അംഗം തന്റെ അഡിക്ഷനിലുപരിയായി, മദ്യാസക്തിക്ക് ഉപരിയായി, അല്ലെങ്കിൽ മദ്യാസക്തിക്ക് പകരക്കാരനായി, അല്ലെങ്കിൽ അത് എടുത്തു മാറ്റുന്ന ഒരാളായി ഒരു ഉന്നത ശക്തിയെ സ്വീകരിച്ചിട്ടുണ്ടാകും. ഒരു പക്ഷേ ഈ ആധുനിക കാലത്ത് ഈ പറയുന്ന ഹയർ പവർ അല്ലെങ്കിൽ ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം എന്ന് പറയുന്ന ഒരു ആശയം, നമ്മൾ മനസ്സിലാക്കുന്ന ദൈവം എന്ന ആശയം ഒരുപാട് സ്ട്രഗിൾ നേരിടേക്കാം. പ്രത്യേകിച്ച് ഒരു അംഗം ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സ്ട്രഗിളിങ് നടത്തിയേക്കാം. കാരണം എപ്പോഴും മദ്യാസക്തനായ ഒരാൾ, അല്ലെങ്കിൽ ഞാനൊക്കെ വിശ്വസിച്ചിരുന്നത് കുഴപ്പങ്ങളെല്ലാം ഞാൻ കാരണമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് എന്റെ കഴിവാണ് എന്നുള്ളതാണ്. അപ്പോ മദ്യപിച്ചിരുന്ന കാലഘട്ടത്തിൽ ദൈവം എന്നതിന് പകരം ഭാഗ്യം എന്നാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമ്പോഴും പെട്ടെന്ന് ഞാൻ പറയുന്നത് ദൈവം എന്നെ രക്ഷിച്ചു എന്നല്ല, ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നാണ്. അടുത്തത് ഇനിയിപ്പോ എവിടെയെങ്കിലും കുറച്ച് നല്ല സാമ്പത്തികമായിട്ട് ഉന്നമനം കിട്ടുന്ന എന്ത് പരിപാടിയാണ്, ഭാഗ്യം, എനിക്ക് നല്ല കച്ചവടം കിട്ടി, അല്ലെങ്കിൽ നല്ല വരുമാനം കിട്ടി. അങ്ങനെ ഈ ഒരു ആസക്തിയുടെ അടിമത്തം മൂലം, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു അഡിക്ഷൻ മൂലം എനിക്ക് ദൈവിക ചിന്തയേക്കാൾ ഉപരിയായി അത് ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ എന്റെ സെൽഫിഷ്നെസിന്റെ ചിന്തകൾ ഉള്ളതുകൊണ്ട് ഞാൻ എന്റെ കഴിവുകൊണ്ടാണ് ഇതെല്ലാം നേടിയെടുത്തെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പോ എയിൽ കടന്നു വരുന്ന ഒരു അംഗത്തിന് ഈ ആസക്തിയുടെ അടിമത്തം വല്ലാത്ത കുറെ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുന്നുണ്ട്. മദ്യം എന്ന് പറയുന്ന അതിശക്തനും ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നവനും സൂത്രശാലിയുമായ മദ്യം ജീവിതത്തില് വരുത്തിവെച്ച കുറെ അനുഭവങ്ങൾ
പകർന്നു തരുന്നുണ്ട് ഒരു ആൽക്കഹോളിക്കിന്റെ ജീവിതത്തില്. അവിടെ നിന്നുമാണ് അദ്ദേഹം ഈ പറയുന്ന മൂന്നാം പടിയിൽ എത്തിച്ചേരുന്നത്. അപ്പോ ചികിത്സയിൽ കടന്നു വരുന്ന ഒരു AA അംഗം അല്ലെങ്കിൽ AA ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിലേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാകും. അവരുടെ വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും കാരണം അവരല്ല അത് നിയന്ത്രിച്ചിരുന്നത് അവരുടെ സെൽഫിഷ്നെസ് ആണ്, അല്ലെങ്കിൽ സെൽഫ് സെന്റേഡ്നെസ് ആയിട്ടുള്ള ഇച്ഛകളും അവരുടെ സ്വാർത്ഥപരമായ ഇച്ഛകളും ആഗ്രഹങ്ങളും കൊണ്ടാണ് എന്ന് അവർക്ക് മനസ്സിലാവും. മദ്യമെന്ന ആ ഒരു രാജാവായിരുന്നു അവരെ നിയന്ത്രിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വിൽ പവർ, ഇച്ഛാശക്തിയോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള നല്ല ചിന്താഗതികളോ തങ്ങളെന്ന കപ്പലിനെ നിയന്ത്രിക്കാനായിട്ട് ഉതകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ആവശ്യം, ഒരു ഉന്നത ശക്തിയുടെ ആവശ്യം അവർക്കുണ്ടായിരുന്നു. അപ്പോ മദ്യമെന്ന രാജാവാണ് എന്നെ നിയന്ത്രിച്ചത് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ സ്റ്റെപ്പ് 3യിലേക്ക് കടന്നു വന്നുകൊണ്ട് എന്റെ സ്ട്രഗിളുകൾ, ദുരിതം പിന്തുടരുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ഉന്നത ശക്തിയോട് കടന്നു വരാൻ ആവശ്യപ്പെടുകയും മൂന്നാം പടിയിൽ തന്റെ ജീവിതം ടേൺ ചെയ്യാനായിട്ട് അദ്ദേഹത്തിലേക്ക് തിരിച്ചുവിടാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഉന്നത ശക്തിയിൽ സറണ്ടർ ചെയ്യുന്നത് മൂലം അടുത്ത പടികളിലേക്ക് കടക്കുന്നതിനുതകുന്ന ഒരു ഗൈഡിനെ അല്ലെങ്കിൽ ഒരു ദൈവിക ഉന്നത ശക്തിയെ അല്ലെങ്കിൽ ദൈവിക ശക്തിയെ അദ്ദേഹം കണ്ടെത്തുകയും ആ ശക്തിയിലേക്ക് കൂടുതൽ തെളിച്ചം, ആ ശക്തിക്ക് കൂടുതൽ തെളിച്ചമുണ്ടാകാനും അദ്ദേഹവുമായിട്ടുള്ള റിലേഷൻഷിപ്പില് കൂടുതൽ ബന്ധങ്ങൾ കൂടുതൽ നന്നാകുവാനും തുടങ്ങി. അപ്പോ തീർച്ചയായും ലോങ് ടേം സോബറിറ്റിക്ക് അല്ലെങ്കിൽ ദീർഘകാലത്തെ സുബോധാവസ്ഥയ്ക്ക് നമ്മുടെ 12 സ്റ്റെപ്പ് പ്രോഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുള്ള ഒരു കാര്യമായി പറയുന്നത് ഈ മൂന്നാം പടിയിലേക്കുള്ള ഈ തിരിച്ച് വിടലാണ് അല്ലെങ്കിൽ ടേൺ ആണ്. അപ്പൊ ഉന്നത ശക്തിയിലേക്കുള്ള തിരിച്ചുവിടൽ അത് നമ്മളെ ലോങ് ടേം സോബറിറ്റിയിലേക്ക് കൂടി നയിക്കുന്നു എന്ന് വേണം കാണാൻ. ഒരുപക്ഷെ ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞ പോലെ ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു ക്രിസ്ത്യൻ പ്രോഗ്രാം ആണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള ഒരു കാരണം, ഇവിടെയെല്ലാം ഈ പള്ളികളുടെ ബേസ്മെന്റിലാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം നടക്കുന്നത്. നമുക്കറിയാം, ആകെ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളിൽ 75% US കാനഡയിലാണ്. അപ്പോ US കാനഡയിലുള്ള മിക്ക മീറ്റിങ്ങുകളും നടക്കുന്നത് പള്ളികളിലെ ബേസ്മെന്റിലാണ്, അല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത ഏതെങ്കിലുമൊക്കെ റൂമുകളിൽ നടക്കുന്നുണ്ടാവും. പക്ഷെ അധികവും നടക്കുന്നത് പള്ളികളുടെ ബേസ്മെന്റിലാണ്. അതുകൊണ്ടായിരിക്കാം ഇതൊരു ക്രിസ്ത്യൻ പ്രോഗ്രാമായിട്ട് പലരും തെറ്റിദ്ധരിച്ചു പോകുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസോ 12 സ്റ്റെപ്സ് പ്രോഗ്രാമോ ഒരു മതവുമായിട്ട് ബന്ധമില്ല, അല്ലെങ്കിൽ അത് മതപരമല്ല. മതപരമായ ഒരു വിശ്വാസങ്ങളുമായിട്ട് അതിന് ബന്ധമില്ല. ആളുകൾ, അതിലെ അംഗങ്ങൾ ഒരുപക്ഷെ ഏതെങ്കിലും മതത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടാകാം, വിശ്വാസവുമായി അദ്ദേഹം കൂട്ടിച്ചേർന്ന് പോകുന്നുണ്ടാകാം. പക്ഷെ അത് ഒരു നെസസറി ആയിട്ടുള്ള, അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ല. അപ്പോ സ്റ്റെപ്പ് 3യിലെ ഗോഡ് അല്ലെങ്കിൽ സ്റ്റെപ്പ് 3യിൽ പറയുന്ന ഈ ദൈവം നമ്മുടെ സ്വകാര്യതയാണ്, അത് നമ്മുടെ സ്വീകാര്യത കൂടിയാണ്. സ്വകാര്യതയാണ്, സ്വീകാര്യതയാണ്. അയാൾക്ക് മറ്റൊരാളോട് ആ ദൈവത്തെ കുറിച്ച് വിശദീകരിക്കുകയോ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത് അദ്ദേഹത്തിന് പൂർണ്ണമായും സ്വീകരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗവും നമ്മൾ ഗോഡ് എന്ന കൺസെപ്റ്റിൽ നിന്ന് മാറി ഉന്നത ശക്തി എന്നുള്ള കൺസെപ്റ്റിലാണ് ഇതിനെ കൂടുതൽ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ തയ്യാറാകുന്നത്. നമ്മൾ ഒരുപക്ഷെ ക്രിസ്ത്യാനി ആയിരിക്കാം, മുസ്ലിം ആയിരിക്കാം, ബുദ്ധമതക്കാരനായിരിക്കാം, ജൈനമതക്കാരനായിരിക്കാം, അല്ലെങ്കിൽ ഏത് ജൂവിഷ് ആയിരിക്കാം, യഹൂദനായിരിക്കാം. അങ്ങനെ നമുക്ക് മതത്തിന്റെ ഒരു ദൈവങ്ങളൊക്കെ ഒരുപക്ഷെ കണ്ടേക്കാം. ആ മതവിശ്വാസത്തിലെ ദൈവം ഒരുപക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസിലെ ചിലരുടെയെങ്കിലും ഉന്നത ശക്തിയായി അവർ കണക്കാക്കിയേക്കാം. ഒരുപക്ഷെ ഒരാൾ ഒരു മതവിശ്വാസി അല്ലെങ്കിൽ സ്റ്റെപ്പ് 3 പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരു ഉന്നത ശക്തിയെ നമ്മൾ തിരഞ്ഞെടുക്കണം. കാരണം ആ ഉന്നത ശക്തിയെ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഇച്ഛയും ജീവിതവും
നമുക്ക് അദ്ദേഹത്തിലേക്ക് തിരിച്ചുവിടാനായിട്ട് സഹായിക്കുകയുള്ളൂ. പക്ഷെ അതൊരു ബലഹീനതയല്ല. ആ തെരഞ്ഞെടുപ്പ് ഒരിക്കലും ഒരു ബലഹീനതയല്ല. കാരണം ബലഹീനത എന്ന് പറയുന്നത് നമ്മുടെ അഡിക്ഷനാണ്. ആ അഡിക്ഷനിൽ നിന്ന് ഉള്ള ശക്തിയിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ആ തെരഞ്ഞെടുപ്പ് നടത്തിയില്ല എങ്കിൽ ഞാൻ എന്ന് പറയുന്ന സെൽഫിഷ്നെസ് അല്ലെങ്കിൽ ഈഗോ കൂടുതൽ വർക്കുകയും ഞാൻ എന്നുള്ളൊരു ഭാവം എന്നിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോ ഈ സെക്കൻഡറി ആയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ അത്യന്താപേക്ഷിതമായിട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ബുക്കിൽ എപ്പോഴും വി എന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഐ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, വി. ഇവിടെ പറയേണ്ടത് ഞാൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ്. അപ്പോ ഒന്നാമത്തെ പടി പറയുമ്പോൾ വി അഡ്മിറ്റഡ് എന്നാണ്, ഞങ്ങൾ സമ്മതിച്ചു എന്നാണ്, ഞാൻ സമ്മതിച്ചു എന്നല്ല. കാരണം ഈ ഞാൻ എന്ന് പറയുന്ന ഐ എന്ന് പറയുന്ന വാക്ക് വി അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന ഒരു വാക്കിലേക്ക് പോകുമ്പോ നമ്മുടെ ഈഗോയും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു ശക്തിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. ആ ശക്തി ഒരു നമ്മൾക്ക് ഇൻഫിനിറ്റ് സപ്ലൈ തരേണ്ടതാണ്. അനന്തമായ ഒരു ശക്തി വിതരണം ചെയ്യുന്ന ആളായിരിക്കണം. ആ ശക്തിക്ക് അഡിക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ മദ്യാസക്തിയിൽ നിന്നും മോചിതരാക്കാനായിട്ടുള്ള ഒരു ശക്തി ഉണ്ടാകണം. പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു പാലമായിട്ട് പ്രവർത്തിക്കണം. രണ്ടാം പടിയില് പറയുന്ന ഒരു ഭാഗം, ഞങ്ങളുടെ സുബോധം പുനഃസ്ഥാപിക്കാൻ ഞങ്ങളെക്കാൾ ഒരു വലിയ ശക്തിക്ക് കഴിയുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങി എന്നാണ് മലയാളത്തിൽ അത് വിവർത്തനം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോ രണ്ടാം പടിയിൽ പറയുന്നത് ഒരു ഡിസോർഡർ ഉള്ള ഒരാൾക്ക് ഒരു ഹയർ പവറിന്റെ സപ്പോർട്ട് വേണമെന്നാണ്. നമ്മുടേതായ കഴിവിലൂടെ നമ്മുടെ ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയെടുക്കണം. ഉയർന്ന ശക്തിയിലേക്ക് ഞാൻ ടേൺ ചെയ്യണം. അതായത് എനിക്ക് നിങ്ങളെ പോലെയുള്ള അംഗങ്ങളുടെ സഹായമില്ലാതെ ഈ പറയുന്ന നോട്ട് ഡ്രിങ്കിങ് എന്നുള്ള ആ ജീവിതം നയിക്കാൻ സാധിക്കുകയില്ല. ഞാന് എന്റെ ജീവിതം മദ്യപാനം മൂലം അനിയന്ത്രിതമായി പോയി എന്നുള്ള കാര്യം സമ്മതിക്കുകയും ഐ കാൺ ഡ്രിങ്ക് സേഫ്ലി, എനിക്ക് കുടിക്കാൻ സേഫായിട്ട് കുടിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ എന്റെ ഒന്നാം പടിയില് ഞാൻ മനസ്സിലാക്കിയ, അതായത് എന്റെ മുൻകാല പ്രശ്നങ്ങൾ പരിശോധിച്ചപ്പോൾ മദ്യമായിരുന്നു പ്രധാന പ്രശ്നമെന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കുകയാണ്. ഒരു പക്ഷേ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാള് എയിൽ വരുമ്പോ പെട്ടെന്ന് അത് എന്റെ ജീവിതം അനിയന്ത്രിതമായി പോയിട്ടില്ല എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. കാരണം ആൽക്കഹോളിസം ഒരു പ്രോഗ്രസീവ് ഡിസീസാണ്. ഒരാൾക്ക് ഒരു വർഷം കൊണ്ടുണ്ടാകുന്നത് പോലെ അല്ല 5 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ 10 വർഷം 15 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും തോന്നും എന്റെ ജീവിതം അനിയന്ത്രിതമായി പോയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അൺമാനേജബിൾ ആയിട്ടുള്ള ഒരു രോഗമില്ല എന്ന് തോന്നാം. കാരണം പലപ്പോഴും ഭയാനകമായ ഒരു കാര്യം അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ എടുത്തു പറയത്തക്ക രീതിയിൽ അത്രയും ഭീകരമായ ഒരു കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് തോന്നും ഇല്ല, എനിക്ക് ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. പക്ഷേ പഴമക്കാരായ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ പറയും നോട്ട് എറ്റ്, ഇതുവരെയും സംഭവിച്ചിട്ടില്ല, പക്ഷെ ഇനിയും സംഭവിച്ചേക്കാം. പലരും കൂടി തുടർന്നുകൊണ്ട് വളരെ ആഴമേറിയ ഒരു വീഴ്ചയിലേക്ക് വീഴാനായി തയ്യാറായി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ തയ്യാറാവുന്നുണ്ട്. ചിലര് മരിച്ചു പോവുകയോ വീണ്ടും ദുരിതത്തിൽ തുടർന്നുകൊണ്ട് വീണ്ടും കടന്നു വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ അവരുടെ സാമ്പത്തികവും സാമൂഹികവും ശാരീരികവുമായിട്ടുള്ള മാനസികവുമായിട്ടുള്ള ഒരു അവസ്ഥയെ വല്ലാത്ത കുഴപ്പത്തിലാക്കിയതിനു ശേഷമാണ് അവർ വീണ്ടും എയിലേക്ക് വന്ന് തങ്ങൾക്ക് സുരക്ഷിതമായി കുടിക്കാൻ കഴിയുമെന്നുള്ള ബോധ്യം വരുന്നത്. അങ്ങനെ ഒരു ബോധ്യം വരുന്ന ഒരാൾക്കാണ് ഞാൻ അമിത മദ്യപാന രോഗിയാണ് എന്ന് സമ്മതിക്കേണ്ടി വരുന്നത്. അപ്പോ ഞാൻ അമിത മദ്യപാന രോഗിയാണെന്ന് സമ്മതിക്കാൻ ഞാൻ അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്ന് പഴയ കുറെ ഇൻസിഡന്റുകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ജീവിതത്തില് എടുത്തുകൊണ്ടുവന്ന് ചിന്തിക്കുമ്പോ ദയനീയമായിട്ടുള്ള, ശോചനീയമായിട്ടുള്ള, അല്ലെങ്കിൽ ദുഃഖാർത്ഥമായ, ദുരിതപൂർണമായ, മോശമായ ഒരവസ്ഥയിൽ ഞാൻ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ എയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വരുന്ന ഒരംഗത്തിന് ഹാപ്പി, ജോയ്സ് ആൻഡ് ഫ്രീ എന്ന് പറയുന്ന ഈ റോഡ് റിക്കവറിയിലേക്കുള്ള, അല്ലെങ്കിൽ റിക്കവറിയിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ റോഡ് ഒരു പക്ഷേ തുടക്കക്കാരനായ ഒരാൾക്ക് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. മറ്റൊരർത്ഥത്തില്
മദ്യത്തിന് മുന്നില് ശക്തിഹീനാണെന്ന് സമ്മതിക്കാനായിട്ട് കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറെ ആശയങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് എടുത്തു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകും എനിക്ക് പ്രശ്നങ്ങളുണ്ട്, ഞാൻ മദ്യാസക്ത രോഗിയാണ്. അങ്ങനെ എനിക്ക് സാനിധ്യം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ടാം പടിയില് ഉന്നത ശക്തിയിലേക്ക് ആശ്രയിക്കാനായിട്ട് ഞാൻ മനസ്സ് കാണിക്കും. നമുക്കറിയാം സാനിറ്റി ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഒരു മാനസിക ആരോഗ്യപൂർണമായ ഒരു മനസ്സിന്റെ അവസ്ഥയാണ് സാനിറ്റി എന്ന് പറയുന്നത്. ഇൻസൈനിറ്റി എന്ന് പറയുന്ന ഇൻസൈൻ എന്ന് പറയുന്നത് ഭ്രാന്തായിട്ടുള്ള ഒരു ബുദ്ധിസ്ഥിരതയില്ലാത്ത ബുദ്ധിഭ്രമം വരുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ആണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അതൊരു ചുരുങ്ങിയ അവസ്ഥയാണ്. എന്നാൽ സാനിറ്റി പറയുന്നത് ഒരു വികസിച്ച അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും കുടിയിലേക്ക് പോകാതെ ഒരു വികസിച്ച ജീവിത പ്രക്രിയയിലേക്ക് കടന്നു പോകുന്നത്. അപ്പോ ഗോഡ് എന്ന വാക്കിന് ഉന്നത ശക്തി എന്ന് ഉപയോഗിക്കുന്നതാകും, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് അവരെ സംസാരിക്കുന്നതെന്ന് ചിന്തിക്കുന്നതാകും കൂടുതൽ ഉചിതം. അപ്പോ ഇതെന്റെ ഈ ജീവിതത്തിലുള്ള വികസനം കടന്നു വന്നത് തീർച്ചയായും മേയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ഉന്നത ശക്തിയിൽ നിന്നാണ്. ഒരുപക്ഷെ എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കാനുള്ള ഒരു താല്പര്യമില്ലാത്ത ആളാകാം. അപ്പോൾ എനിക്ക് തീർച്ചയായും ആൽക്കോളിസംസിന്റെ കൂട്ടായ്മയെ പവർ ഗ്രേറ്റർ ദാൻ യുവർ സെൽഫ് എന്ന് പറയുന്ന പോലെ നിങ്ങളെക്കാൾ ഒരു ഉന്നത ശക്തി, അല്ലെങ്കിൽ ഷിബുവിനേക്കാൾ ഒരു ഉന്നത ശക്തിയായിട്ട് ചിന്തിക്കാം. അങ്ങനെ ദൈവമേ എന്നെ മദ്യപാന ചിന്തകളിൽ നിന്ന് മുക്തനാക്കണമേ എന്നും ഇന്നത്തെ ദിവസത്തെ മദ്യത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്നും ചിന്തിക്കാൻ, അല്ലെങ്കിൽ ദിവസത്തിന്റെ അവസാനം ഇന്ന് ഞാൻ മദ്യപിച്ചിട്ടില്ല ദൈവമേ നന്ദി എന്ന് പറയാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്ത് തുടങ്ങണം. ഒരുപക്ഷെ എനിക്ക് ആദ്യം പറഞ്ഞ പോലെ ദൈവവിശ്വാസം ഇല്ലെങ്കിലും ഫേക്ക് ഇറ്റ് ആൻഡ് യു മേക്ക് ഇറ്റ് എന്ന് പറയും. അപ്പോ പ്രത്യേകിച്ച് വ്യത്യസ്ത ആയിട്ടുള്ള നിരീശ്വരവാദികളായിട്ടുള്ള അഗ്നോസ്റ്റിക്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ പ്രയർ മേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറയുന്ന ഒരു ശ്ലോകം തന്നെ ഏയിലുണ്ട്. അവിടെ സാഹിത്യങ്ങളിൽ പറയുന്നത് പ്രാർത്ഥിക്കാത്തവർ രണ്ട് തരം എന്നാണ്. ഒന്ന്, ആൽക്കോളിസംസിന്റെ സാഹിത്യങ്ങൾ പറയുന്നത് ഒരിക്കലും ജീവിതത്തില് പ്രാർത്ഥന പരിശീലിക്കാത്തവരാണ്. രണ്ടാമത്, തങ്ങൾ ദൈവത്തോട് എന്ത് നിർദ്ദേശിക്കുന്നവരാണ്, അതായത് വാട്ട് ദേ വാണ്ട് ഫ്രം ഹിം, അവർക്ക് എന്താണോ ദൈവത്തിൽ നിന്ന് ആവശ്യമുള്ളതെന്ന് മാത്രം ചിന്തിക്കുന്നവർ, അതിനെപ്പറ്റി ചോദിക്കുന്നവർ, അത് ദൈവത്തിന്റെ ഇഷ്ടം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇച്ഛ ആഗ്രഹിക്കുന്നവരല്ല, എന്റെ ഇഷ്ടം ആഗ്രഹിക്കുന്നവർ. അപ്പൊ രണ്ട് കൂട്ടരാണ്. ആദ്യത്തെ കൂട്ടര് പ്രാർത്ഥന പരിശീലിക്കാത്തവര്, മറ്റേ കൂട്ടര് സ്വാർത്ഥതയിൽ മുഴുകി ജീവിക്കുന്നവർ. ഇപ്പോ സ്റ്റെപ്പ് 3 പറയുന്നു മേഡ് എ ഡിസിഷൻ ടു ടേൺ അവർ വിൽ. നമ്മൾ ഒരു കാര്യം തീരുമാനിക്കാൻ പോവുകയാണ്. ടേൺ അവർ വിൽ, തിരിച്ചുവിടുകയാണ് എന്താഗ്രഹങ്ങൾ, നമ്മുടെ സ്വാർത്ഥപരമായ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഓവർ ദ കെയർ ഓഫ് ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം, നമ്മൾ മനസ്സിലാക്കുന്ന ദൈവത്തിലേക്ക് തിരിച്ചുവിടുക. എന്താണ് നമ്മുടെ വില്ല്? അത് പേജ് നമ്പർ 61 അല്ലെങ്കിൽ 61 പറയുന്നുണ്ട്. അതുകൊണ്ട് അടിസ്ഥാനപരമായ നമ്മുടെ കുഴപ്പങ്ങൾ നമ്മുടെ തന്നെ സൃഷ്ടികളാണെന്ന് വിചാരിക്കുന്നു. നമ്മളിൽ നിന്ന് തന്നെയാണ് അവ വരുന്നത്. സ്വേച്ഛയാൽ നയിക്കപ്പെട്ട് കുഴപ്പത്തിലെത്തിയതിന് അമിത മദ്യപാനാസക്തൻ ഒരു കടുത്ത ഉദാഹരണമാണ്. അയാൾ പലപ്പോഴും അങ്ങനെ കരുതുന്നില്ലെങ്കിലും അമിത മദ്യപാനാസക്തരായ നമ്മൾ എല്ലാറ്റിനും ഉപരിയായി ഈ സ്വാർത്ഥത ഉപേക്ഷിക്കണം. നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അത് നമ്മെ നശിപ്പിക്കും. ദൈവം അത് സാധ്യമാക്കുന്നു. അദ്ദേഹത്തിന്റെ സഹായമില്ലാതെ പൂർണ്ണമായി സ്വാർത്ഥതയിൽ നിന്ന് മോചിതനാകുന്നതിന് മറ്റ് മാർഗമുള്ളതായി കാണപ്പെടുന്നില്ല. ധാർമ്മികവും താത്വികവുമായ ദൃഢവിശ്വാസങ്ങൾ സമൃദ്ധമായി നമുക്കുണ്ടായിരുന്നു. പക്ഷെ അതിനനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അതിന് നമുക്ക് കഴിഞ്ഞില്ല. ഞങ്ങളുടെ തന്നെ ശക്തിയെ അനുഗ്രഹിച്ചുകൊണ്ടോ ആശ്രയിച്ചുകൊണ്ടോ ഞങ്ങളുടെ തന്നിൽ തന്നെയുള്ള ശ്രദ്ധാകേന്ദ്രീകരണം കുറയ്ക്കാനും കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് ദൈവത്തിന്റെ സഹായം ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു. ഇതിന് കാര്യകാരണങ്ങൾ ഇതാണ്. ഒന്നാമതായി, ദൈവം കളിക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും നടന്നിരുന്നില്ല. അടുത്തതായി, ഇനി അങ്ങോട്ട് ഈ ജീവിത നാടകത്തിൽ ഞങ്ങളുടെ ഡയറക്ടർ ദൈവമായിരിക്കുമെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു. അവിടെയാണ് നമ്മൾ തീരുമാനമെടുക്കുന്നത്. ദൈവമായിരിക്കും നമ്മുടെ ഡയറക്ടർ, അദ്ദേഹമാണ് നമ്മുടെ മുതലാളി, ഞങ്ങൾ വെറും ഏജന്റുമാർ മാത്രം.
അദ്ദേഹമാണ് പിതാവ്, ഞങ്ങൾ അദ്ദേഹത്തിന്റെ മക്കളും. മിക്ക നല്ല ആശയങ്ങളും ലളിതമാണ്. മോചനത്തിലേക്ക് ഞങ്ങൾ നടന്നു നീങ്ങിയ വിജയകരമായ കവാടത്തിന്റെ മൂലക്കല്ല് ഈ ആശയമായിരുന്നു. അപ്പോ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ആൽക്കോൾസ് അനോണിമസ് പറയുന്നത്. ഒന്ന്, ദൈവം അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ച് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഹി ഈസ് ദ ഫാദർ ആൻഡ് വി ആർ ഹിസ് ചിൽഡ്രൻ. അദ്ദേഹം നമ്മളുടെ പിതാവാണ്, നമ്മൾ അദ്ദേഹത്തിന്റെ മക്കൾ. രണ്ടാമത്തെ കാര്യം പറയുന്നത്, വി ആർ ഷുവർ ഗോഡ് വാണ്ട്സ് us to be happy, joyous and free. അപ്പോൾ സന്തോഷത്തിലേക്ക് അല്ലെങ്കിൽ ആനന്ദത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അത് പറയുന്നത് പേജ് നമ്പർ 133 മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആത്മീയത ഭാവിച്ച് ധാരാളം വർഷങ്ങൾ അതിനുവേണ്ടി നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഞങ്ങളിൽ പലർക്കും പിന്നീട് അതിന്റെ ബാലിശത്വം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവശക്തിയെക്കുറിച്ചുള്ള വർദ്ധിച്ച ബോധ്യവും ലക്ഷ്യബോധവും ഈ മിഥ്യ ലോകത്തിന്റെ സ്ഥാനത്ത് പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടു. ദൈവം ഞങ്ങളുടെ കാര്യത്തിൽ ആഗ്രഹിക്കുന്നത് കഷ്ടകാലത്തിന്റെ കാർമേഘ പടങ്ങൾ മുകളിലും അദ്ദേഹത്തോടൊപ്പം തല ഉയർത്തിപ്പിടിക്കാനാണ് എന്ന് വിശ്വസിക്കുവാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും ഞങ്ങളുടെ കാലുകൾ ശക്തമായി ഭൂമിയിൽ ഉറച്ചു നിൽക്കണം. അവിടെയാണ് ഞങ്ങളുടെ സഹയാത്രികർ ഉള്ളത്. അവിടെയാണ് പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ മുഴുകേണ്ടത്. ഇവയൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യങ്ങളാണ്. ഒരു ശക്തമായ ആത്മീയ അനുഭവവും ഒരു സുബോധാവസ്ഥയിലുമുള്ള സന്തുഷ്ടവും പ്രയോജനപ്രദവുമായ ജീവിതം തമ്മിൽ അനുയോജ്യമല്ലാത്ത നിലയിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോ ഈ ആശയത്തിലൂന്നി തന്നെയാണ് ആൽക്കോൾസ് അനോണിമസിലെ സഹസ്ഥാപകരായ ഡോക്ടർ ബോബും ബിൽ ഡബ്ല്യുവും പിന്നീട് എല്ലാവർക്കും ഇത് പകർന്നു കൊടുക്കാൻ തയ്യാറായതും. മാത്രമല്ല, ഒരുപാട് 12 സ്റ്റെപ്പ് പ്രോഗ്രാമുകൾ ഇത് സ്വീകരിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീടിന്റെ അടുത്താണെങ്കിൽ ഒരു സിസ്റ്റർ അവര് ഈ 12 സ്റ്റെപ്പ് പ്രോഗ്രാം അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു അച്ഛൻ, ഞങ്ങൾക്ക് ഇടയ്ക്ക് ഞങ്ങളുടെ മീറ്റിങ്ങിലൊക്കെ വരാറുള്ള ഒരു അച്ഛനാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് അമേരിക്കയിൽ വെച്ച് ആൽക്കോൾസ് അനോണിമസിന്റെ ബുക്ക് അദ്ദേഹത്തിന്റെ റൂമിൽ നിന്ന് പോയപ്പോ മറന്നുപോയി വെച്ച് കിട്ടിയതാണ്. അത് വായിച്ചിട്ട് അദ്ദേഹം പിന്നീട് വർഷങ്ങളോളം മരിക്കുന്നത് വരെ ആൽക്കോൾസ് അനോണിമസിന്റെ പ്രോഗ്രാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പകർത്തിയതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആൽക്കോൾസ് അനോണിമസിന്റെ ബുക്ക് അല്ലെങ്കിൽ ആൽക്കോൾസ് അനോണിമസിന്റെ പ്രോഗ്രാമോ അംഗങ്ങൾക്ക് മാത്രമായിട്ടുള്ളതല്ല, ലോകം മുഴുവനുമായിട്ട് വിവരിച്ചിരിക്കുന്നതാണെന്ന് വേണം ഈ ഉദാഹരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതിനർത്ഥം അല്ലാത്തവരും ആൽക്കോൾസ് അനോണിമസിന്റെ സ്റ്റെപ്പുകൾ ചെയ്യുന്നുണ്ട്. അപ്പോ നമുക്ക് 3 ഫ്രേസ് ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, ഹാപ്പി, ജോയ്സ് ആൻഡ് ഫ്രീ, അല്ലെങ്കിൽ സമാധാനം എന്ന അർത്ഥത്തിലാണ് ഈ 3 വാക്കുകളെയും നമ്മൾ ഉപയോഗിക്കുന്നത്. മദ്യാസക്തി മൂലം വളർത്തിക്കൊണ്ടുവന്ന ഭയം, ദേഷ്യം, നീരസം, നിരാശ, കുറ്റബോധം എന്നിവയിൽ നിന്നുള്ളൊരു മോചനമാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇത് ഈ പറഞ്ഞ ഭയവും ദേഷ്യവും നീരസവും നിരാശയും കുറ്റബോധവും ഒക്കെ നമ്മുടെ ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ നമ്മളിൽ ഉടഞ്ഞു നിൽക്കുന്ന ഒരു അസ്തിത്വമാണ്. അതിനെ എലിമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ഉപേക്ഷിക്കുവാൻ, ഒഴിവാക്കുവാൻ ആൽക്കോൾസ് അനോണിമസ് സഹായിക്കുന്നു. ഈ ഹാപ്പി, ജോയ്സ് ആൻഡ് ഫ്രീ എന്ന് പറയുന്ന ആ ഒരു സമാധാനം, അല്ലെങ്കിൽ എപ്പോഴും സ്വാതന്ത്ര്യം, ആനന്ദം, സന്തോഷം എന്ന് പറയുന്ന കാര്യങ്ങള് എല്ലാ സമയത്തും സംഭവിക്കുമോ? അതൊരിക്കലും ഞാനും വിശ്വസിക്കുന്നില്ല. കാരണം ഇത് ജീവിതമാണ്. ജീവിതത്തിനിടയിൽ പല പ്രശ്നങ്ങൾ കടന്നു വരും. ഒരുപക്ഷെ ഞാൻ ഈ സ്വർഗത്തിലൊന്നും അധികം താല്പര്യം കാണിക്കുന്ന ആളല്ല. പക്ഷെ അങ്ങനെയൊന്നുണ്ടെങ്കിൽ മരണശേഷം സ്വർഗത്തിൽ വെച്ചായിരിക്കും നമ്മൾക്ക് അത് കിട്ടുക, അങ്ങനെ ഒന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 95% ആ ഒരു അവസ്ഥയിലേക്ക് വരാനായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് സഹായിക്കും. ഹാപ്പി, ജോയ്സ് ആൻഡ് ഫ്രീ 100% വരിക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹാപ്പി നമുക്കറിയാം, ഭയങ്കര ആനന്ദപ്രദമായ, ഹൃദ്യമായ, അല്ലെങ്കിൽ ഒത്തിരി സൗഭാഗ്യമുള്ള, സുഖപൂർണമായ, ആഹ്ലാദപൂർണമായ, സന്തുഷ്ടമായ ഒരു ജീവിതം. ജോയ് എന്ന് പറയുന്നത് വളരെ ഉല്ലാസത്തില്, ആനന്ദത്തില്, സന്തോഷത്തില് ജീവിക്കുന്ന ഒരു ജീവിതം. ഫ്രീ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു മുക്ത ജീവിതം. ഒരു പക്ഷെ അഡിക്ഷനിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, മറ്റ് വൈകല്യങ്ങളിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ള ജീവിതം. ഒരുപക്ഷെ ഒരു
ശരിയായ മനസ്സുള്ള അല്ലെങ്കിൽ കോമൺ സെൻസ് ഉള്ള അല്ലെങ്കിൽ നേരെ വഴിക്ക് ചിന്തിക്കുന്ന ഒരാളും ഇങ്ങനെ ഒരു കാര്യത്തെ എതിർക്കാനായിട്ട് സാധ്യതയില്ല. കാരണം ആരും അത് വേണ്ടെന്ന് പറയില്ല. പക്ഷെ ഇതൊരു നൗ കണ്ടീഷനാണ്, ഇപ്പോഴുള്ള ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ചെയ്തു തീർക്കേണ്ട ഒരു പ്രൊജക്റ്റ് അല്ല. ഇന്നില് അല്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്ന ഒരവസ്ഥയില് നമ്മൾക്ക് കിട്ടുന്ന ഇത് സന്തോഷമാണ്. പലപ്പോഴും പറയാറുണ്ട് 1 day at a time അല്ലെങ്കിൽ 1 hour at a time, 1 minute at a time എന്ന് പറയുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോ ഇതൊരു വലിയ പ്രൊജക്റ്റ് ഒന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുറ്റബോധം, ഭയം അല്ലെങ്കിൽ നിരാശ, മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്ത, ഇതെല്ലാം എലിമിനേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. നമുക്കറിയാം, 3ാമത്തെ പടിയിലാണ് ഗോഡ് എന്ന വാക്ക് ആൽക്കോഹോളിക്സ് അനോണിമസിന്റെ പടികളിൽ ആദ്യമായിട്ട് കാണുന്നത്. അതായത് 1ാം പടിയിലെത്തിയ ആൽക്കോഹോളിക്സ് അനോണിമസിലെ ഒരംഗത്തിന് മദ്യത്തിന്റെ പവർലെസ്നെസ്സിനെ കുറിച്ചും അൺമാനേജബിലിറ്റിയെ കുറിച്ചും ഒക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ശക്തിഹീനതയെ കുറിച്ചും ശക്തിരാഹിത്യത്തെ കുറിച്ചും അനിയന്ത്രിതമായ ജീവിതാവസ്ഥയെ കുറിച്ചൊക്കെ പറഞ്ഞ് ഒരു പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽസ്, നമ്മളെക്കാൾ ഒരു വലിയ ശക്തിയുടെ ആവശ്യം നമ്മുടെ സാനിറ്റി പുനർക്രമീകരിക്കാൻ ആവശ്യമുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് നടത്തിയതിനു ശേഷം ആൽക്കോഹോളിക്സ് അനോണിമസ് പറയുന്ന ഒരു വാക്കാണ് ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം. അപ്പൊ ഗോഡ് ഒരു പക്ഷെ ഒരു സ്കേറി അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു വാക്കാണ്. സമർത്ഥനായ ബിൽഡബ്ല്യു അല്ലെങ്കിൽ നമ്മുടെ സഹസ്ഥാപകൻ 1ാമത്തെയും 2ാമത്തെയും പടിയിൽ പറയാതെ 3ാമത്തെ പടിയില് ദൈവത്തെ കുറിച്ച് പറയുന്നത് നമുക്കറിയാം. 2ാമത്തെ പടിയില് നമ്മൾക്ക് ചെറിയൊരു വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഒരാശയം തരികയാണ്. അതായത് നമ്മളെക്കാൾ വലിയ ഒരു ശക്തിയില് നമ്മൾ വിശ്വസിച്ച് തുടങ്ങണമെന്ന്. കാരണം 1ാം പടിയില് എത്തുന്ന ഒരു അല്ല അദ്ദേഹം 2ാം പടിയിലേക്ക് കിടക്കുമ്പോ അയാൾക്ക് മാനസികമായ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോ പവർലെസ്നെസ്സും അൺമാനേജബിലിറ്റിയും മനസ്സിലാക്കിയ ഒരാൾ തീർച്ചയായും ഈ പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽസിനെ കുറിച്ച് മനസ്സിലാക്കുകയും 3ാമത്തെ പടിയിലെത്തുമ്പോ അദ്ദേഹത്തിന് ദൈവത്തെ കുറിച്ചുള്ള ഒരു ധാരണ, അയാളുടെ തന്നെ ഒരു ധാരണ ഇതിനകം വന്ന് കഴിഞ്ഞിരിക്കും. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു മനോഹാരിത എന്ന് ഒരംഗം മറ്റൊരംഗത്തോട് തന്റെ ദൈവത്തെ കുറിച്ച് അമിതമായിട്ട് സംസാരിക്കാറില്ല. അല്ലെങ്കിൽ ഷിബു എന്ന് പറയുന്ന ഞാൻ വിശ്വസിക്കുന്ന ഒരു ഉന്നത ശക്തിയെ കുറിച്ച് മറ്റൊരാളോട് അമിതമായി സംസാരിക്കുകയും എന്റെ വിശ്വാസത്തിലേക്കോ അല്ലെങ്കിൽ എന്റെ ദൈവത്തിലേക്കോ അവൻ വരണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി അല്ലെങ്കിൽ മനോഹാരിത. ഇങ്ങനെ ദൈവത്തിന്റെ നമ്മുടെ ഇച്ഛയും ജീവിതവും അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതവും ദൈവത്തിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളൊരു പുരോഹിതനാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുദ്ധമതക്കാരെ പോലെയൊക്കെ വസ്ത്രങ്ങൾ അണിഞ്ഞ് നടക്കുകയോ ഒന്നും അങ്ങനെയുള്ള അർത്ഥത്തിലല്ല. ഇതിന് ടേൺ അവർ വിൽ ആൻഡ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ദൈവത്തിന് വിട്ടുകൊടുക്കുകയല്ല, അങ്ങനെ തന്നെ എടുത്ത് അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയല്ല. ആദ്യത്തെ പടിയില് എനിക്ക് മദ്യത്തെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് പഠിച്ച എനിക്ക് 2ാമത്തെ പടിയില് ഒരു ഉന്നത ശക്തിക്ക് അതിന് കഴിയുമെന്ന് ഞാൻ പഠിക്കുകയാണ്. അപ്പോഴാണ് 3ാമത്തെ പടിയില് ഞാൻ അവനെ അനുവദിക്കുകയാണ്. എന്റെ ചിന്തയും എന്റെ ജീവിതവും ദൈവമേ അങ്ങേ പോലെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ തിരിച്ചുവിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് 3ാം പടിയിൽ ചെയ്യുന്നത്. ആദ്യത്തെ പടിയില് എനിക്ക് കഴിയില്ലെന്ന് മനസ്സിലാക്കി, 2ാമത്തെ പടിയില് ഒരു ശക്തിക്ക് കഴിയുമെന്ന് മനസ്സിലാക്കി, 3ാമത്തെ പടിയില് ആ ശക്തിയെ എന്റെ ജീവിതത്തിലെയും എന്റെ ആഗ്രഹത്തെയും സ്വാധീനിക്കാനായിട്ട് ഞാൻ അനുവദിക്കുകയാണ്. അവിടെ തീരുമാനിച്ചു എന്നുള്ള വാക്കുണ്ട്, ഡിസിഷൻ. നമുക്കറിയാം, എന്റെ വഴിയിലൂടെ അല്ലെങ്കിൽ ഷിബു എന്ന് പറയുന്ന എന്റെ ചിന്താഗതികളിലൂടെ അല്ലെങ്കിൽ ഞാൻ എന്റെ പഴയ സ്വഭാവശീലങ്ങളിലേക്കൊക്കെ തിരിച്ചു പോകും. അവിടെ നിന്ന് ഒരു തീരുമാനമെടുക്കുകയാണ്, എന്റെ വഴിയല്ല ദൈവത്തിന്റെ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന പവർ ഗ്രേറ്റർ ദാൻ മൈസെൽഫ് എന്ന് പറയുന്ന ഉന്നത ശക്തിയിലേക്ക് ഞാൻ എന്റെ ജീവിതവും ആഗ്രഹവും തിരിച്ചുവിടാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ
മദ്യത്തിൽ നിന്ന് മാത്രമല്ല എല്ലാ സ്വഭാവ വൈകല്യങ്ങളിൽ നിന്നും രക്ഷ നേടാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ ഈ പടിയിൽ തീരുമാനിക്കുകയാണ്. 12 പടികളില് എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി ആൽക്കഹോളിക്സ് അനോണിമസ് വിവരിച്ചിട്ടുണ്ട്. 1-ാമത്തെ പടി മുതല് ജീവിതം അനിയന്ത്രിതമായി പോയി എന്ന് പവർലെസ്നെസ്സിനെ കുറിച്ച് പറയുന്നത് മുതൽ 12 പടികൾ വരെയുള്ള ഓരോ പടിയിലും ഇനിയുള്ള എന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി സ്റ്റേറ്റ്മെന്റ് രൂപത്തില് പറഞ്ഞിട്ടുണ്ട്. അത് അനുസരിക്കുമ്പോൾ എന്റെ പഴയ ജീവിതം മാറി പുതിയ ഒരു ജീവിതത്തിലേക്ക് നടന്നു നീങ്ങാനായിട്ട് എനിക്ക് കഴിയും. അല്ലെങ്കിൽ ദൈവം എനിക്ക് കുടിക്കാതിരിക്കുവാനുള്ള ശക്തി തരും. കാരണം മദ്യം എന്ന കെമിക്കലിന് ഡിപ്പെൻഡന്റ് ആയിരുന്നു എന്റെ ജീവിതം. മദ്യത്തിനെ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ടിരുന്ന എന്റെ ജീവിതത്തെ ദൈവം എന്ന് പറയുന്ന ആൽക്കഹോളിക്സ് അനോണിമസിലെ ഉയർന്ന ശക്തിയില് വിശ്വസിക്കുകയും എന്റെ ഡിപ്പെൻഡൻസ് അദ്ദേഹത്തിന്റെ ശക്തിയിലേക്ക് വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ തിരിച്ചുവിടാനായിട്ട് ഞാൻ തീരുമാനിക്കുകയാണ് ചെയ്യുക. ഒരു പരിശീലനം ഇതിനാവശ്യമുണ്ട്. നിരന്തരമായിട്ടുള്ള അല്ലെങ്കിൽ 10 വർഷം 20 വർഷമൊക്കെ ഉള്ള മദ്യപാനത്തിന് ശേഷം ആൽക്കഹോളിക്സ് അനോണിമസിൽ കടന്നു വന്ന ഒരാളോട് ദൈവത്തിലേക്ക് നിന്റെ ഇച്ഛയും ജീവിതവും വിടണമെന്ന് പറയുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. റെഗുലർ ആയിട്ടുള്ള ഒരു എക്സർസൈസ് പരിശീലനം ഞാൻ ചെയ്യുന്നതിലൂടെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു 95% ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതാണ്. വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റി ആത്മീയതയിലേക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ശ്രമങ്ങളിലും എല്ലാം ഉണ്ടാകേണ്ടത്. ദൈവം തന്ന ആ ശക്തിയെ ഞാൻ ഉപയോഗിക്കണം. ലെറ്റ് ഗോഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവം എന്റെ ഉള്ളിലേക്ക് വന്നങ്ങ് പ്രവർത്തിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാൾക്ക് ഡ്രങ്കായിട്ട് അല്ലെങ്കിൽ കുടിച്ചുകൊണ്ട് തന്നെ മരിക്കേണ്ടി വരും. അതേസമയം ദൈവം തന്ന ആ ശക്തി അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്നതിലേക്കായി അദ്ദേഹത്തിനെ അനുവദിച്ചുകൊണ്ട് നമുക്ക് മുന്നേറിയാല് ഈ മദ്യാസക്തിയിൽ നിന്ന് മോചിതരാകുക മാത്രമല്ല ഇവിടെ എല്ലാ സ്വഭാവ വൈകല്യങ്ങളിൽ നിന്നും മോചിതരാകുവാൻ ആൽക്കഹോളിക്സ് അനോണിമസിലെ 3-ാം പടി നമ്മളെ സഹായിക്കും. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസില് ഒരംഗം എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കേണ്ടത് ദൈവത്തിന് എന്നെ കുറിച്ച് എന്താണ് പ്ലാൻ, അല്ലെങ്കിൽ ഞാൻ എന്താണ് എന്റെ ജീവിതത്തില് ദൈവത്തിനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇത് ഡയറക്റ്റ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ആൽക്കഹോളിക് ആണെങ്കിലും മറ്റ് ഡ്രഗ് അഡിക്ട്സ് ആണെങ്കിലും ഏത് അഡിക്റ്റുകൾക്കും അറിയാം സ്റ്റേ സോബർ, നന്നായി സുബോധത്തിൽ ജീവിക്കുകയും ദൈവ ഇഷ്ടം അല്ലെങ്കിൽ ഉന്നത ശക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഒത്തിരി ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണമെന്നില്ല. ദൈവം എന്താണ് ഇന്ന് എന്നെ കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് അങ്ങനെ എന്നതിനേക്കാൾ ഉപരിയായി ഞാൻ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികളില് ഈശ്വരേച്ഛ കാണാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ഇഷ്ടം കാണാനായിട്ട് ഞാൻ ശ്രമിക്കണം. അതിനുള്ള കഴിവുകള് നമുക്ക് ഈ പടികള് ചെയ്യുന്തോറും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്കറിയാം, നമ്മൾ ഒരു കാറ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമ്മളാണ് കാറ് ഡ്രൈവ് ചെയ്യുന്നത്. നമ്മള് ഇപ്പൊ ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡ് ഡ്രൈവിംഗ് ആണ്. കൃത്യമായിട്ട് ലൈനുകളൊക്കെ പാലിക്കണം. യെല്ലോ ലൈനിൽ ക്രോസ് ചെയ്യാൻ പാടില്ല, ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഓരോ റോഡുകളിലും 80 കിലോമീറ്ററിനോ 50 കിലോമീറ്ററിനോ മാക്സിമം എത്രമാത്രം സ്പീഡിലാണ് ഓടിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഡയറക്ഷൻ പറയുന്നുണ്ട്. ചിലപ്പോൾ അടുത്ത റോഡ് എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്ക് പോകേണ്ടതാണ്, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ബോർഡുകളും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ജീവിത യാത്രകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് 125 അല്ലെങ്കിൽ 130 കിലോമീറ്റർ ഓടിച്ച് എന്റെ ജോലി സ്ഥലത്ത് എത്തുന്നത് വരെ അനേകം ബോർഡുകളുണ്ട്. ലെഫ്റ്റ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കിലോമീറ്റർ കാണിക്കാനും അടുത്തത് ക്രോസിംഗ് ലൈൻ ഉണ്ടെന്നും അടുത്ത് പോകുന്ന വഴിയിൽ ഒരു റെയിൽവേ ക്രോസ് ഉണ്ടെന്നും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള
സൂചനാ ബോർഡുകളുണ്ട്. ഈ സൂചനാ ബോർഡുകളിലൂടെ ാണ് ഞാൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിന്റെ അല്ലെങ്കിൽ ഈശ്വരന്റെ ഒരു ബോർഡുകൾ നമുക്ക് സ്വയം അറിയാൻ കഴിയും. ഒരു ഉൾവിളി എന്ന പോലെ നമ്മൾ തിരിച്ചറിയുന്നു അറിയാൻ പറ്റും. ഇതിന് മറ്റൊരു കാര്യം ഞാനിപ്പോ ഇവിടെ ഈ ഗോഡ്, ഈശ്വരൻ എന്നൊക്കെ പറയുമ്പോ ഒരു നമുക്ക് പലപ്പോഴും അതൊരു ഡേഞ്ചർ വേർഡായിട്ട് തോന്നാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് ഒരു പക്ഷെ ദൈവത്തിന് വിശ്വാസം ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേകം ദൈവത്തിന്റെ അല്ലെങ്കിൽ മതപരമായ ഒരു ദൈവത്തിലുള്ള ഒരു വിശ്വാസം ഇല്ലാത്ത ആളായിരിക്കാം ഞാൻ. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രങ്ക്സിനെയോ അല്ലെങ്കിൽ ഗുഡ് ഓർഡർലി ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഗോഡിന്റെ ആ ഒരു വാക്കിനെ മാറ്റാമെന്ന് നമുക്ക് കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മൾ സംസാരിച്ചാണ്. അപ്പൊ അതൊരു വല്ലാത്ത സെൻസിൽ എടുക്കേണ്ട കാര്യമില്ല. നന്മ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മോറൽ സൈക്കോളജി അല്ലെങ്കിൽ ധാർമ്മിക മനഃശാസ്ത്രം പുലർത്തുന്ന ഒരാളായി മാറുക എന്നുള്ളതാണ് ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. നമ്മളാണ് പ്രവർത്തിക്കേണ്ടത്, ദൈവമല്ല. കാരണം ദൈവം വന്നിട്ട് എന്റെ വീടിന്റെ ലോൺ അടയ്ക്കാൻ വരികയില്ല, എന്റെ കാർ ലോൺ അടയ്ക്കാൻ വരികയില്ല. ഇന്ന് രാവിലെ എനിക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യണമെങ്കിൽ അതൊക്കെ ഞാൻ തന്നെ ചെയ്യണം. ആ പ്രവൃത്തികളെല്ലാം എന്റേതാണ്. അപ്പോ 12 പടികളെയും ഞാൻ എന്റെ ജീവിതത്തില് ഇന്ന് ഞാൻ എന്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന യാത്രയോട് ഉപമിച്ചതുപോലെ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഡയറക്ഷനുകളായിട്ട് ഞാൻ സ്വീകരിക്കണം. അതാണ് മൊത്തത്തിലുള്ള ഇതിന്റെ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കണക്ക്. 1-ാം പടിയിലെ പവർലെസ്നെസ് എന്ന് പറയുന്നത് മുതൽ ഓരോ പ്രിൻസിപ്പിൾ എന്റെ ജീവിതത്തിൽ പാലിച്ചു മുന്നേറിയാലാണ് എനിക്ക് ഈ പ്രോഗ്രാമില് ലോങ് ടേം സോബറിറ്റിയിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ അവിടെ തീരുമാനം അല്ലെങ്കിൽ ഡിസിഷൻ എന്ന് പറയുന്നത് ദൈവമല്ല എടുക്കുന്നത്, ഞാനാണ് എടുക്കുന്നത്. എന്തിനനുസരിച്ചാണ് ആ തീരുമാനം എടുക്കുന്നത്? എന്റെ സ്വാർത്ഥതയ്ക്ക് അതീതമായിട്ട് എന്റെ ഈശ്വര അല്ലെങ്കിൽ ദൈവത്തിന്റെ അല്ലെങ്കിൽ ഒരു ധാർമ്മികമായ അല്ലെങ്കിൽ നന്മയായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം ഞാൻ തീരുമാനങ്ങൾ എടുക്കാൻ. അതുപോലെ തന്നെയാണ് എന്റെ ഇൻവെന്ററി അല്ലെങ്കിൽ എന്റെ ധാർമ്മിക നിലവാരം പുലർത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ്. അതല്ലാതെ ദൈവം വന്നിട്ട് എന്റെ ധാർമ്മിക നിലവാരം പരിശോധിക്കാനായിട്ട് താഴേക്കിറങ്ങി വരികയോ അല്ലെങ്കിൽ ഭൂമിയുടെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് കയറി വരികയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോ അങ്ങനെയുള്ള ഇൻവെന്ററികൾ എടുക്കാനൊക്കെ ആയിട്ട് ദൈവം എനിക്കൊരു ശക്തി തരുന്നുണ്ട്. ഞാനത് ചെയ്താൽ മാത്രം മതി. കാറിന്റെ ഉള്ളില് ഒരു ഡ്രൈവറായിട്ട് ഞാൻ ഇരിക്കുന്നത് പോലെ ദൈവം എന്റെ ജീവിതത്തിന്റെ ഉള്ളില് ഒരു ഡ്രൈവറായിട്ട് വരികയില്ല. പക്ഷെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനാണ്. ആ തീരുമാനങ്ങൾ എപ്പോഴും സ്വാർത്ഥത ഉപേക്ഷിച്ചത് കൊണ്ടായിരിക്കണമെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യേണ്ടത്. ഈ ഒരു ഇന്നർ കറേജ് തരുകയാണ്, ഇതിന്റെ ഉള്ളില് ഒരു കറേജ് തരുവാണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മൾ സഡനിറ്റി പ്രയറിൽ പറയുന്ന പോലെ ദൈവമേ മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്ഥിതിയും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുന്നതിനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ വേർതിരിച്ചറിയുന്നതിനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറയുമ്പോ ഇതിന് കറേജ് തരുന്നതും വിവേകം തരുന്നതെല്ലാം ദൈവമാണ്. നമ്മള് ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഷിബു എന്ന് പറയുന്ന ഞാനാണ്. അപ്പോ നമ്മളാണ് ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യേണ്ടത്. ദൈവം നമ്മൾക്ക് ശക്തി തരുന്നു. ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് 12 പടികളിലൂടെ നമ്മള് സുഖപ്പെടുക, സുഖമായിട്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഓരോ സ്റ്റെപ്പുകളും നമുക്ക് തന്നത്. ഈ ഓരോ സ്റ്റെപ്പിലെയും സ്റ്റേറ്റ്മെന്റുകൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മൾക്ക് നമ്മുടെ ജീവിതം ഫ്രീ, ജോയ്സ് ആൻഡ് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ സാധിക്കും. അപ്പൊ 3-ാം പടിയാണ് ശരിക്കും എയുടെ ഹൃദയം അല്ലെങ്കിൽ ഹാർട്ട് എന്ന് പറയാം. മേക്ക് എ ഡിസിഷൻ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം, നമ്മൾ സന്നദ്ധത കാണിക്കണം. ദൈവത്തിന്റെ ഒരു നമ്മൾ മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണത്തില് എന്റെ ഇച്ഛയും ജീവിതവും വിട്ടുകൊടുക്കാനുള്ള അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക എന്നുള്ളതല്ല, തിരിച്ചുവിടുക എന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അപ്പോ ഈ ഡിസിഷൻ അല്ലെങ്കിൽ തീരുമാനം എന്നുള്ള പാർട്ട് നമ്മുടെ ജീവിതത്തില് എല്ലാ നിമിഷവും കടന്നു വരേണ്ടതാണ്.
മൂന്നാം പടിയിലാണ് ദൈവം എന്നുള്ള ഒരു ആശയം വെരി ഫസ്റ്റ് ആദ്യമായിട്ട് വരുന്നത്. ഇവിടെ വെച്ചിട്ട് ഒരു പക്ഷേ ഒരു അംഗം ഇതൊരു റിലീജിയസ് പ്രോഗ്രാമാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ നമ്മൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവമാണ്. എങ്ങനെയാണോ ഓരോ അംഗവും മനസ്സിലാക്കുന്നത് ആ തരത്തിലുള്ള ഒരു ദൈവം. എനിക്കെപ്പോഴും ഈ മൂന്നാം പടിയിലാണെങ്കിലും ഗോഡ് എന്നതിന് പകരം ഒരു ഉന്നത ശക്തി എന്ന് ചേർക്കുന്നതാകും നമുക്ക് ഈ റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു ആശയത്തിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് എന്നെ പോലുള്ള ആളുകൾക്ക് സഹായിക്കുക. നമ്മളിവിടെ വില്ല് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇച്ഛകളും ജീവിതവും. അപ്പൊ ഇച്ഛയെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ തോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയിലേക്ക് മാറ്റാം. നമ്മുടെ ചിന്തകള് ദൈവത്തിന്റെ താല്പര്യത്തിന് അല്ലെങ്കിൽ ഉന്നത ശക്തിയുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റണമെന്നും ലൈഫിന് നമുക്കൊരു ആക്ഷൻ, നമ്മുടെ പ്രവൃത്തികള് ദൈവത്തിന്റെ ഇച്ഛകളനുസരിച്ച് മാറ്റണമെന്നും നമ്മൾക്ക് രണ്ട് അർത്ഥത്തില്, അതായത് വില്ലിനെ തോട്ട്സ് എന്നും ലൈഫിനെ ആക്ഷൻ അല്ലെങ്കിൽ പ്രവർത്തനം അല്ലെങ്കിൽ പ്രവൃത്തികൾ എന്നും നമുക്ക് വേണമെങ്കിൽ മാറി ചിന്തിക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോ ഈ മൂന്നാം പടിയില് ഞങ്ങളുടെ ഇച്ഛകൾ അല്ലെങ്കിൽ അതിന് പകരം ഞങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ തോട്ട്സ് അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുമ്പോ ഞാൻ പറയാണ് ഷിബുവിന്റെ ചിന്തകളും പ്രവർത്തനങ്ങളും ഷിബു മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണത്തില് തിരിച്ചുവിടാനായിട്ട് തീരുമാനിച്ചു. നമ്മള് പ്രവൃത്തികളുടെ ഒരു കൂട്ടമാണ് ജീവിതം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോ ഈ പ്രവൃത്തികൾ ദൈവത്തിന്റെ ഇച്ഛയിലേക്ക് തിരിച്ചുവിടുകയാണ്. കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ആരെങ്കിലും ഒരു മദ്യം ഓഫർ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ എന്റെ ഉള്ളില് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം, പുറത്തുനിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം. ഞാൻ ചിന്തിച്ചു കൂട്ടിയ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ വീണ്ടും അവരുടെ ഓഫർ സ്വീകരിച്ച് കുടിച്ചിരുന്നു. ഞാൻ എയിൽ വരുമ്പോ 2009 ഓഗസ്റ്റ് 15 വരുമ്പോ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അത് കാരണം എന്റെ ശരീരത്തിന്റെ ഘടന മാറിയിരുന്നു. എനിക്ക് ജീവിതത്തില് വീട്ടിലൊക്കെ ആണെങ്കിലും പ്രശ്നങ്ങളായിരുന്നു. സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സാമൂഹികപരമായിട്ട് എനിക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പോ ഇത്തരം കോൺസിക്വൻസസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും 6 മാസത്തേക്ക് കൂടി നിർത്തണമെന്ന് വിചാരിച്ചിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളില് വന്ന ആളാണ്. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ വന്നപ്പോ ആദ്യത്തെ 2-3 മാസം ഞാൻ നാട്ടിലാണെങ്കിലും പിന്നീട് ദൈവം ഒരു പക്ഷേ ഞാൻ വീണു പോയേക്കാം എന്ന് ചിന്തിച്ചത് കൊണ്ടാകും എന്നെ UK എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകൾ പങ്കെടുക്കാനും അവിടെ വെച്ചിട്ട് കെന്നത്ത് റോബർട്ട്സ് എന്ന് പറയുന്ന ഒരു സ്പോൺസറെ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അയാൾ എന്നോട് സ്പോൺസർ ആകാമെന്ന് സമ്മതിക്കാനും അതിനുശേഷം അങ്ങോട്ടുള്ള എന്റെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും ഈ മൂന്നാം പടി എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ആൽക്കഹോളിസമിന്റെ 12 പടികളുടെ സോൾ അല്ലെങ്കിൽ ഹാർട്ട് എന്ന് പറയുന്നത് ഈ മൂന്നാം പടിയാണ്. അവിടെ ഉറപ്പിക്കാൻ എന്നെ സഹായിച്ചത് ആ സ്പോൺസറാണ്. മൂന്നാം പടിയില് ഉറയ്ക്കാനായിട്ട് എന്റെ ജീവിതത്തിലുണ്ടായ മറ്റൊരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് UK-യിലെ എന്റെ ജീവിതത്തിനിടയില് ഒരു 5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് UK-യിലേക്ക് 3 മാസം ഞാൻ നാട്ടിലായിരുന്നു. പിന്നെ UK-യിലേക്ക് എത്തിക്കഴിഞ്ഞ 1 മാസം കൂടി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ജോലി ആവുന്നത്. അവിടെ വെച്ചിട്ട് എനിക്ക് ഒരു സസ്പെൻഷൻ കിട്ടുകയാണ്. അപ്പോ ഈ സസ്പെൻഷനിലേക്ക് ആവാനുള്ള ഞാന് അവിടുത്തെ ഒരു നിയമം പാലിക്കാത്തത് കൊണ്ടാണ് ഒരു ക്ലയന്റിനെ എടുക്കുകയും പെട്ടെന്ന് മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്തു. അപ്പൊ ഈ 2 പേരെ പിടിക്കേണ്ട ക്ലയന്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തെറ്റായി ചെയ്തത് കൊണ്ട് എനിക്ക് സസ്പെൻഷനിലേക്ക് ആകേണ്ടി വന്നു. അതിനുശേഷം ഞാൻ എന്റെ സ്പോൺസറുമായിട്ട് സംസാരിച്ച് പിന്നീടുള്ള എന്റെ ജീവിതത്തിലേക്കാണ് ശരിക്കും പ്രോഗ്രാമിൽ ഉറയ്ക്കുന്നത് ആ ഒരു ഇൻസിഡന്റോട് കൂടിയാണ്. പിന്നീടുണ്ടായ 6 മാസങ്ങളിൽ എനിക്ക് ധാരാളം മീറ്റിങ്ങുകൾ പങ്കെടുക്കാനായിട്ടുള്ള സമയം കിട്ടി. പലപ്പോഴും എന്റെ പഴമക്കാരായിട്ടുള്ള അവിടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷുകാരായിട്ടുള്ള കാര് എന്നെ പല മീറ്റിങ്ങുകളിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. അപ്പോ അങ്ങനെയുള്ള യാത്രകളില് എയിലെ അംഗങ്ങളോടൊപ്പമുള്ള യാത്രകളില്
മീറ്റിങ്ങുകളില് അവർ പറഞ്ഞു തന്ന കുറെ കാര്യങ്ങള് എനിക്ക് എന്റെ ഈ പറയുന്ന പോലെയുള്ള ഈ ചിന്തകളെയും പ്രവൃത്തികളെയും ഒരു ദൈവത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ വേയില് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ആയിട്ട് എനിക്ക് സാധിച്ചു. ഒരു പക്ഷെ ഈ മൂന്നാം പടിയിൽ നമ്മൾ ഈ പറയുന്ന പോലെ തീരുമാനിക്കുക, ജീവിതം അല്ലെങ്കിൽ ഇച്ഛ എന്ന് പറയുന്ന കാര്യങ്ങള്, കെയർ ഓഫ് ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം എന്ന് പറയുന്ന കാര്യങ്ങള്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇച്ഛകളും ആഗ്രഹങ്ങളും വിട്ടു എന്ന് പറയുന്ന കാര്യങ്ങൾ ഒറ്റയടിക്ക് ഇല്ലെങ്കിലും ഇതൊരു ജേർണിയാണ്, ഒരു യാത്രയാണ്. യാത്രകളിൽ നമ്മൾക്കിത് നമ്മുടെ തലയിലേക്ക് കുറച്ച് രജിസ്റ്റർ ആകും. ഒന്നാം പടിയില് നമ്മൾ നമ്മുടെ പ്രോബ്ലത്തെ കാണുമ്പോ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊരു മെന്റൽ ഒബ്സഷൻ വരുന്നതുകൊണ്ടാണ് വീണ്ടും കുടിക്കുന്നത്. വീണ്ടും കുടിച്ചാല് നമുക്ക് അലർജി ഉണ്ടാകുന്നു. ആ അലർജി ഉണ്ടായാല് നമുക്ക് വീണ്ടും വീണ്ടും കുടിക്കാനുള്ള ക്രേവിങ് ഉണ്ടാകുന്നു. അപ്പൊ ഈ ഒബ്സഷൻ ആണ് ശരിക്കും നമ്മളെ ആദ്യത്തെ കുടിയിലേക്ക് നയിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിന്റെ മെയിൻ പാർട്ട്. നമ്മൾ RID ഫാക്ടറൊക്കെ ഇപ്പൊ ഓർക്കുന്നുണ്ടാവും. റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ ആൻഡ് ഡിസ്കണ്ടന്റ്. അതായത് അസ്വസ്ഥനും ശുണ്ഠിക്കാരനും അസംതൃപ്തനുമായി തീരുന്നു. നമ്മൾ കുടിക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ മെന്റൽ ഒബ്സഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ആയിത്തീരുന്നു എന്നൊക്കെ നമ്മൾക്ക് ബുക്കിൽ വായിച്ചത് നമ്മൾ 2-3 മീറ്റിങ്ങിന് മുമ്പ് നമ്മൾ സംസാരിച്ചാണ്. അപ്പോ ഒരു മനുഷ്യൻ മാറാൻ തയ്യാറാകാത്ത ഒരു മനുഷ്യന് ഈ മെന്റൽ ഒബ്സഷൻ വരികയും വീണ്ടും ശരീരത്തിലേക്ക് മദ്യം ചെല്ലുമ്പോൾ അലർജിയായി മാറുകയും ക്രേവിങ് വരികയും അങ്ങനെ അദ്ദേഹം ആ ചക്രവ്യൂഹത്തിൽ കടന്ന് വട്ടം കറങ്ങുകയും ചെയ്യുകയാണ്. പക്ഷെ ഒരു മെന്റൽ സൈക്കിക് ചേഞ്ചിന് അല്ലെങ്കിൽ ഒരു മാനസിക വ്യതിയാനത്തിന് തയ്യാറാകുന്ന ഒരാൾക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ഒന്നാം പടിയിൽ കണ്ടു. ഫിസിക്കൽ അലർജിയാണ് നമുക്ക് നമ്മളോട് പറയുന്നത് ഐ കാൺ ഡ്രിങ്ക്, എനിക്ക് കുടിക്കാൻ സാധിക്കില്ല എന്ന്. മെന്റൽ ഒബ്സഷൻ എന്താണ് പറയുന്നത്? ഐ കാണ്ട് ക്വിറ്റ്, എനിക്ക് മദ്യത്തെ ഒഴിവാക്കി നിർത്താൻ സാധിക്കുകയില്ല. അപ്പൊ ഫിസിക്കൽ അലർജി മെന്റൽ ഒബ്സഷനും കൂടി ചേർന്ന് നമ്മളെ പവർലെസ്, അതായത് പവർലെസ് ഓവർ ആൽക്കഹോൾ, മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാക്കി. രണ്ടാമത്തെ പടിയിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താനായി. അതായത് പവർലെസ് എന്ന് പറയുന്ന ആദ്യത്തെ പടിയിൽ ശക്തിഹീനൻ എന്ന് പറയുന്ന പവർലെസ് നിന്ന് പവർ അല്ലെങ്കിൽ ഉന്നത ശക്തി എന്ന് പറയുന്ന ശക്തിയിലേക്ക് രണ്ടാം പടിയിൽ നമ്മൾ കണ്ടെത്തുകയാണ്. അതായത് എന്നേക്കാൾ ഒരു വലിയ ശക്തി വിശ്വാസം മൂലം എനിക്ക് എന്റെ സാനിറ്റി റീസ്റ്റോർ ചെയ്യാൻ സാധിക്കുമെന്ന്, അല്ലെങ്കിൽ പുനർനിർമ്മിക്കാൻ സാധിക്കുമെന്ന്, പുനർക്രമീകരിക്കാൻ സാധിക്കുമെന്ന് രണ്ടാമത്തെ പടിയിൽ ഞാൻ കാണുകയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മെയിൻ ലക്ഷ്യം ഈ പവർ നമ്മളിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോ മൂന്നാം പടിയിൽ എടുക്കുന്ന ഒരു തീരുമാനത്തിനുള്ള ആധാരം ഒന്നാം പടിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ശക്തിഹീനത അല്ലെങ്കിൽ പവർലെസ്നെസ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടും, രണ്ടാമത്തെ പടിയിൽ നമ്മൾക്ക് ഒരു പവർ ആവശ്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് മൂന്നാം പടിയിൽ നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ തീരുമാനിക്കുന്നത്. അപ്പോ രണ്ട് ഫാക്ടുകൾക്ക് പിൻബലത്താലാണ് നമ്മൾ ഡിസിഷൻ അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഞാൻ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണെന്ന് സമ്മതിക്കുകയും അതോടൊപ്പം ഒരു ഉന്നത ശക്തിയിൽ വിശ്വസിച്ചാൽ മാത്രമേ എനിക്ക് എന്റെ സാനിറ്റി വീണ്ടെടുക്കാൻ, മാനസികാരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ മൂന്നാം പടിയിൽ ഒരു തീരുമാനമെടുക്കാൻ ശ്രമിക്കുകയാണ്. അതായത് മൂന്നാം പടിയിൽ നമ്മളൊരു ടേണിംഗ് പോയിന്റിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഇവിടെ എല്ലാം ഈ സാൽവേഷൻ ആർമി എന്ന് പറയുന്ന ഒരു മതവിഭാഗമുണ്ട്. അവര് ഈ റോഡിലൊക്കെ ഇങ്ങനെ ഇന്ന് കടലാസുകളൊക്കെ കൊടുക്കും, ഈ സുവിശേഷ കടലാസുകളൊക്കെ കൊടുക്കുമ്പോ ഞാനൊക്കെ വിചാരിച്ചിരുന്ന ആദ്യം ഇതൊക്കെയായിരിക്കും ടേൺ അവർ വിൽ അല്ലെങ്കിൽ ലൈഫ് ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുക എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്നാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഓരോ സ്റ്റെപ്പുകൾക്കും കുറെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യേണ്ടതുണ്ട്. അത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഓരോ സ്റ്റെപ്പിലൂടെയും നമുക്ക് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. ആദ്യത്തെ രണ്ട് പടികളുടെ ഒരു കോമ്പോണന്റ് അല്ലെങ്കിൽ മിശ്രിതമാണ് മൂന്നാമത്തെ പടി. അല്ലെങ്കിൽ ആ രണ്ട് സ്റ്റെപ്പുകളുടെയും പിൻബലത്താലാണ് മൂന്നാം പടിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. കാരണം ഒന്നാം പടിയിൽ പവർലെസ്നെസ്സിന് നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ്, ഡെത്ത് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മരണവും
ജയിലും ഇൻസ്റ്റിറ്റ്യൂഷനും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുവാണെങ്കിൽ, ആൽക്കഹോളിസം അനോണിമസിന്റെ ജീവിത രീതിയിൽ ജീവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് രണ്ടാം പടി അംഗീകരിക്കൊണ്ട് ഈ 2 പടികളിലൂടെയും കടന്നതിന് ശേഷമാണ് നമ്മൾ 3-ാം പടിയിൽ എത്തിച്ചേരുന്നത്. അതായത് നമുക്കൊരു രോഗമുണ്ടെന്ന് ആൽക്കഹോളിക് ആയിട്ടുള്ള ഞാൻ അംഗീകരിക്കുന്നു. അതോടൊപ്പം ഒരു ആത്മീയ മാർഗത്തിലൂടെയാണ് അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ടേണിംഗ് പോയിന്റിലേക്ക് പടിയില് എന്റെ ജീവിതവും എന്റെ ആഗ്രഹങ്ങളും ദൈവത്തിന്റെ സംരക്ഷണത്തില് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് തിരിയാനായിട്ട് വിട്ടുകൊടുക്കാനല്ല തിരിയാനായിട്ട് ഞാൻ തീരുമാനിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രവർത്തികൾക്കും ഒരു ഡിസിഷൻ ഉണ്ട്. ഇപ്പൊ ഞാന് വണ്ടിയെടുത്ത് എനിക്ക് ജോലിയിലേക്ക് പോകണമെങ്കിൽ എന്റെ കാറിലേക്ക് കയറിയിരിക്കുന്നു, പെട്രോൾ അടിക്കുന്നു. ഇതെല്ലാം തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം ഫുൾ ഓഫ് ഡിസിഷൻ, തീരുമാനങ്ങളുടെ ഒരു കൂട്ടമാണെന്നും പ്രവൃത്തികളുടെ ഒരു കൂട്ടമാണ്. ഓരോ പ്രവൃത്തികളും തീരുമാനങ്ങളുടെ പിൻബലത്താൽ ഉണ്ടാകുന്നതാണ് ഓരോ പ്രവൃത്തികളും. ഞാൻ പരാജയപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ ഒരു ഡിസിഷൻ ഉണ്ട്, ഞാൻ വിജയിക്കുന്നുണ്ടെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഞാന് മദ്യപിക്കാൻ പോകുമ്പോഴും അതിനകത്ത് ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കണം. അപ്പൊ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോ നമ്മളൊരു കൃഷിക്കാരനാണെങ്കിലും ഒരു ഡോക്ടറാണെങ്കിലും ഒരു നേഴ്സാണെങ്കിലും ഒരു ഇലക്ട്രീഷ്യൻ ആണെങ്കിലും ഒരു ശാസ്ത്രജ്ഞനാണെങ്കിലും എല്ലാം അവര് ചില തീരുമാനങ്ങളിലൂടെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അവരുടെ ജീവിതത്തില് വിജയങ്ങൾ വരുത്തുന്നത് ആ തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ്. അപ്പോ മനുഷ്യ ജീവിതത്തിന്റെ ഒരു പാർട്ടാണ് ഈ ഡിസിഷൻ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുക. മനുഷ്യനും പക്ഷിമൃഗാദികൾക്കും ജീവജാലങ്ങൾക്കും എല്ലാം ദൈവം ഈ വിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ മനുഷ്യൻ പ്രത്യേകിച്ച് ഈ സെൽഫിനെ അടിസ്ഥാനപ്പെടുത്തി ആയതുകൊണ്ടാണ് ഈ വില്ല് പലപ്പോഴും ആഗ്രഹങ്ങൾ പലപ്പോഴും ഈ സ്വാർത്ഥതയിലേക്ക് മുങ്ങിപ്പോകുന്നത്. നമുക്കറിയാം, പക്ഷികളൊക്കെ ഇവിടുന്ന് ഈ കാനഡയിൽ നിന്ന് ഈ വിന്റർ സമയത്ത് 16,000 മൈലുകൾക്കപ്പുറം പറന്നു പോകുന്നതും തിരിച്ച് ഇവിടെ സമ്മറാകുമ്പോൾ തിരിച്ചു വരുന്നതും ഒക്കെ കണ്ടിട്ട്. അപ്പൊ മനുഷ്യനെ പോലെ തന്നെ ഈ ലോകത്തുള്ള പല ജീവജാലങ്ങൾക്കും അത് ഒരു വിൽ ഉണ്ട് അവരുടെ ഇതില്. അപ്പോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ കൂടുതൽ സ്വാർത്ഥനായതുകൊണ്ടാണ്, പ്രത്യേകിച്ച് അഡിക്റ്റ് ആയിട്ടുള്ള ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാള് കൂടുതൽ സ്വാർത്ഥതയിൽ ഊന്നി ജീവിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങള് കടന്നു വന്നിട്ടുള്ളത്. ഇപ്പോ ആ പക്ഷികളെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ 10-50 പക്ഷികളൊക്കെ ഒന്നിച്ച് ഇങ്ങനെ ഒരു അത് ശരിക്കും പറഞ്ഞാല് വി ഷേപ്പിലാണ് പോവുക. അപ്പൊ ആ വി ഷേപ്പിൽ ഇങ്ങനെ പറന്നു പോകുന്ന ആ പക്ഷികളെ പോലെ മനുഷ്യന്മാര് പറന്നു പോകാൻ സാധ്യത. മനുഷ്യന്മാര് അങ്ങനെ ഒരു പറന്നു പോകാന്നല്ല, അങ്ങനെ ഒരു ആശയത്തിലേക്ക് മനുഷ്യന്മാർ എത്തുകയാണെങ്കിൽ മനുഷ്യന്മാർക്ക് ഓരോരുത്തർക്കും അവരുടേതായ വില്ലുണ്ടാവും, അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും, അവരുടേതായ പല ഇന്ന സ്ഥലത്തേക്ക് പോകണ്ട, ഇപ്പൊ സൗത്ത് അമേരിക്കയിലേക്കാണ് പോകണമെങ്കിൽ വേണ്ട അങ്ങോട്ടേക്ക് പോകണ്ട, നോർത്തിലേക്ക് പോകാം എന്നുള്ള പല പല അഭിപ്രായങ്ങൾ കാണും. കാരണം നമ്മളെല്ലാം മനുഷ്യന്മാര് സ്വാർത്ഥതയിൽ ബേസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള ആള് തീർച്ചയായും അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ സ്വാർത്ഥതയാൽ ബന്ധിതമാണ്. ഇപ്പോ സെൽഫ് ഡയറക്റ്റീവ് പേഴ്സൺ, ദൈവം നയിക്കുന്ന ലോകത്ത് സെൽഫ് ഡയറക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വാർത്ഥതയിൽ നിയന്ത്രിക്കുന്ന ഒരു മനുഷ്യനായിട്ട് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകള് മാറിപ്പോകുന്നു. പഴമക്കാര് തമാശയായിട്ട് പറയാറുണ്ട്, ലോകത്ത് മുഴുവനും തെറ്റും ശരിയും ഉണ്ട്, പക്ഷെ ആൽക്കഹോളിക് ആയിട്ടുള്ള നമുക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അങ്ങനെ 3 കാര്യങ്ങളിലാണ് ആൽക്കഹോളിക് ചിന്തിക്കുന്നത്. അപ്പൊ തെറ്റ് ചെയ്യാതിരിക്കുക, ശരി ചെയ്യുക എന്നുള്ള ഒരു നോർമൽ മനുഷ്യന്റെ അവസ്ഥയല്ല, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലൂടെയാണ് ഒരു ആൽക്കഹോളിക് കടന്നു പോകുന്നത്. ഇനി നമുക്ക് ഈ അല്ലെങ്കിൽ സെൽഫിഷ്നെസ്സിലേക്ക് നയിക്കുന്ന ബേസിക് ഇൻസ്റ്റിക്ട്സ് അല്ലെങ്കിൽ സഹജ വാസനകള്, നമ്മളെ മനുഷ്യന്മാരിലുള്ള ഓരോരുടെയും ജീവിതത്തിലുള്ള സഹജ വാസനകള് അല്ലെങ്കിൽ ജന്മവാസനകള് എന്തൊക്കെയാണെന്ന് നോക്കാം. കാരണം സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതാണ്. അതുകൊണ്ടാണ് ഈ സെൽഫിഷ്നെസ് ഉണ്ടാകുന്നത് എന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്. 3 തരത്തിലാണ് നമുക്കതിനെ തരംതിരിക്കാവുന്നത്.
സാമൂഹ്യപരമായിട്ടുള്ള ജന്മവാസനകള്, സുരക്ഷിതം അല്ലെങ്കിൽ സെക്യൂരിറ്റിക്കുള്ള ജന്മവാസനകള്, സെക്സ് അല്ലെങ്കിൽ ലൈംഗികതയ്ക്കുള്ള വാസനകള്. അപ്പോ സാമൂഹ്യപരമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കമ്പാനിയൻഷിപ്പ്. നമുക്ക് ചങ്ങാതിമാരെ ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിനുള്ള നമ്മുടെ ഒരു ജന്മവാസനയാണത്. അല്ലെങ്കിൽ സൗഹൃദം സമ്പാദിക്കുക എന്നുള്ള അല്ലെങ്കിൽ കൂട്ടുകെട്ടില് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് നമ്മള് ഒരു സ്ഥലത്ത് വാണ്ടിങ് ടു ബിലോങ് ഓർ ടു ബി അക്സെപ്റ്റഡ്, മറ്റുള്ളവരാല് നമ്മള് അക്സെപ്റ്റ് ആയ പൊതുസമ്മതനായി മാറാനും അവരിൽ ഒരാളായി തീരാനും നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് സാമൂഹികനായിട്ട് ഈ കൂട്ടുകെട്ട് ഉണ്ടാക്കാനായിട്ട് ഓരോ മനുഷ്യനും ശ്രമിക്കുന്നത്. അടുത്തത് പ്രസ്റ്റീജ് ആണ്. പ്രസ്റ്റീജ് നമുക്കറിയാം, നമുക്കൊരു പ്രശസ്തി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പേരും പെരുമയും ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു കീർത്തി ആഗ്രഹിക്കുന്നുണ്ട്, ഒരു മാന്യത ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമായിട്ട് മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണമെന്നും അല്ലെങ്കിൽ ഒരു ലീഡറായിട്ട് ഞാനൊരു നേതാവായിട്ട് എന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു സാമൂഹിക ജന്മവാസന ഭാഗമാണ് പ്രസ്റ്റീജ് അല്ലെങ്കിൽ അഭിമാനം. അടുത്ത സാമൂഹിക ജന്മവാസനയുടെ മറ്റൊരു ഭാഗമാണ് സെൽഫ് എസ്റ്റീം. അതിന്റെ അർത്ഥം വാട്ട് വി തിങ്ക് ഓഫ് അവർ സെൽസ്, നമ്മൾ നമ്മളെ കുറിച്ച് വിചാരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു അഹങ്കാരമെന്നോ ആത്മാഭിമാനം എന്നൊക്കെ അതിന് നമുക്ക് നിർവചനം കണ്ടെത്താം. അടുത്തത് പ്രൈഡാണ്. പ്രൈഡില് നമ്മള് പെരുമ കാണിക്കുന്ന അല്ലെങ്കിൽ അഹങ്കാരം കാണിക്കുന്ന, വലിപ്പം ഭാവിക്കുന്ന, പൊങ്ങച്ചം കാട്ടുന്ന ഒരു ആളായി മാറുന്നതിനാണ് പ്രൈഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആൻ എക്സസീവ് ആൻഡ് അൺജസ്റ്റിഫൈഡ് ഒപ്പീനിയൻ ഓഫ് വൺസെൽഫ്, വളരെ എക്സസീവ് ആയിട്ടുള്ള, കൂടുതലായിട്ടുള്ള, അൺജസ്റ്റിഫൈഡ്, ഒരിക്കലും നീതീകരിക്കാനാവാത്ത അഭിപ്രായം. അത് ഒരു പോസിറ്റീവ് ആയിരിക്കാം, സ്വയം ഇഷ്ടപ്പെടുന്നതുകൊണ്ട്, അല്ലെങ്കിൽ സെൽഫ് ലവില് ഒരു പോസിറ്റീവായ രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ സ്വയം വെറുക്കുന്നത് കൊണ്ട് നെഗറ്റീവ് ആയാലും, രണ്ട് രീതിയിലുള്ള പ്രൈഡായാലും അത് ജന്മവാസനയാണ്. അപ്പോ ഒരാൾ സ്വന്തം ജീവിതത്തെ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് അഹങ്കാരം ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യപ്രാപ്തിക്കായിട്ട് അയാള് ചെയ്യുന്ന കാര്യമാണിത്. അടുത്തത് പേഴ്സണൽ റിലേഷൻഷിപ്പ്, അവർ റിലേഷൻസ് വിത്ത് അതർ ഹ്യൂമൻ ബീയിങ് ആൻഡ് ദ വേൾഡ് അറൌണ്ട് അസ്. അപ്പോ ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജന്മവാസനകളെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ മറ്റുള്ളവരോട്, മറ്റ് സഹജീവികളോട് എങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ ലോകത്തോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നതിനനുസരിച്ചാണ് പേഴ്സണൽ റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നത്. ഇതാണ് നമ്മുടെ സെൽഫിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അടുത്തത് അംബീഷൻസ് ആണ്. അതായത് അംബീഷൻ എന്നുള്ള വാക്കിന് അർത്ഥം തീവ്രമായിട്ടുള്ള നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു ഉത്കർഷേച്ഛയെന്നോ അതിമോഹമെന്നോ അല്ലെങ്കിൽ വല്ലാത്ത ഒരു അഭിലാഷമെന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഉയർന്ന പദവിയിൽ എത്തുവാനുള്ള അതിയായ ആഗ്രഹം, അത് നമ്മുടെ ഒരു അംബീഷനാകാം. ഇംഗ്ലീഷിൽ പറയുന്ന അവർ പ്ലാൻസ് ടു ഗെയിൻ അക്സെപ്റ്റൻസ്, പവർ, റെക്കഗ്നേഷൻ ആൻഡ് പ്രസ്റ്റീജ് എക്സെട്ര. അതായത് നമ്മുടെ പ്ലാനുകളും പദ്ധതികളും അല്ലെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുക്കലുകൾ, മറ്റുള്ള ഒരാൾ അക്സെപ്റ്റൻസ് ചെയ്യാനുള്ള, നമ്മുടെ ഒരു പവർ നേടിയെടുക്കാനുള്ള, പൊതുസമൂഹത്തിൽ ഒരു റെക്കഗ്നേഷൻ വരാനുള്ള, അല്ലെങ്കിൽ ആത്മാഭിമാനം, പ്രസ്റ്റീജ് വരാനുള്ള നമ്മുടെ ഒരു ജന്മവാസനയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ജന്മവാസനയാണ് നമ്മൾ ഏറ്റവും ചുരുക്കത്തിൽ അംബിഷൻസ് എന്ന് പറയുന്നത്. അപ്പോ ഒരു മനുഷ്യന്റെ സെക്യൂരിറ്റി ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാല് സുരക്ഷിതത്വത്തിന് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള ജന്മവാസനകളാണ്. അതിനകത്തുള്ളതാണ് ഒന്നാണ് മെറ്റീരിയൽ തിങ്സ്. നമുക്ക് വാണ്ടിങ് മണി, ധാരാളം പണം വേണം, ബിൽഡിങ്, നമുക്ക് വീടുകൾ വേണം, പ്രോപ്പർട്ടി, ഒരുപാട് സ്ഥലം വേണം, ക്ലോത്തിങ് എന്ന് പറഞ്ഞ വസ്ത്രങ്ങൾ വേണം, തുടങ്ങിയ കാര്യങ്ങൾ. അത് നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കാനായിട്ടാണ് നമ്മള് മെറ്റീരിയൽ ജന്മവാസനകള് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ സുരക്ഷിതത്വത്തിനുള്ള ജന്മവാസനയായിട്ട് ഈ പറയുന്ന മെറ്റീരിയൽ തിങ്സ് വരുന്നത്. അടുത്തത് ഇമോഷണൽ ആണ്. ബേസ്ഡ് അപ്പോൺ അവർ നീഡ്സ് ഫോർ അനദർ പേഴ്സൺ ഓർ പേഴ്സൺസ്, some learn to dominate, some are overly depends
ഓൺ അതേഴ്സ്. അതായത് നമ്മുടെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് ആളുകളുമായിട്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുമായിട്ടോ നമ്മള് അവരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥയിലുണ്ടാകുന്ന ഇമോഷണലാണ് നമുക്കറിയാം. നമ്മൾ വല്ലാതെ സങ്കടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പൊ നമ്മൾ മറ്റുള്ള ആളുകളെ ആശ്രയിക്കുകയാണ് ആ സമയത്ത്. അതിനെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള അങ്ങനെയുള്ള ഡോമിനേഷനിൽ വരുന്ന അല്ലെങ്കിൽ ഓവർലി ഡിപ്പെൻഡ് ഓൺ അതേഴ്സിന് വരുന്ന വൈകാരിക അവസ്ഥയാണ് സെക്യൂരിറ്റി ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്തിന്റെ ഇമോഷണൽ ആയിട്ടുള്ള സുരക്ഷിതത്തിന്റെ ജന്മവാസനയായിട്ട് പറയുന്നത്. അടുത്ത അംബിഷൻസ് ആണ്. അവർ പ്ലാൻസ് ടു ഗെയിൻ മെറ്റീരിയൽ വെൽത്ത് ഓർ ടു ഡോമിനേറ്റ് ഓർ ടു ഡിപ്പെൻഡ് അപ്പോൺ അതേഴ്സ്. ഡോമിനേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം മുന്നിട്ട് നിൽക്കുക അല്ലെങ്കിൽ അധികാരം ചെലുത്തുക എന്നുള്ള അർത്ഥത്തിലാണ് ഡോമിനേറ്റ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുക. അപ്പോ അംബിഷൻസ്, അതായത് പ്ലാൻസ് ടു ഗെയിൻ മെറ്റീരിയൽ വെൽത്ത്, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം ഉണ്ടാകുന്ന അതിനുള്ള പ്ലാനുകൾ, മറ്റുള്ളവരെ ഭരിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ മേലെ അധികാരം ചെലുത്താനായിട്ട് ഉള്ള നമ്മുടെ ചിന്തകൾ, അല്ലെങ്കിൽ അവർക്ക് ഡിപ്പെൻഡ് അപ്പോൺ അതേഴ്സ്, മറ്റുള്ളവരെ വല്ലാതെ ആശ്രയിക്കുന്ന ഒരു ജന്മവാസനയാണ് നമ്മൾ സെക്യൂരിറ്റി ഇൻസ്റ്റിങ്ക്റ്റ്. ഇതെല്ലാം എല്ലാ മനുഷ്യനും ഉള്ളതാണ്. ഇതാണ് നമ്മള് സെൽഫിലേക്ക് അല്ലെങ്കിൽ സ്വാർത്ഥതയിലേക്ക് നയിക്കുന്നത്. അടുത്തത് സെക്സ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. സെക്സ്, ലൈംഗികപരമായിട്ടുള്ള ജന്മവാസനകൾ. അക്സെപ്റ്റബിൾ, അവർ സെക്സ് ലൈഫ്സ് ആർ അക്സെപ്റ്റഡ് ബൈ സൊസൈറ്റി, ഗോഡ്സ് പ്രിൻസിപ്പിൾസ് ഓർ അവർ ഓൺ പ്രിൻസിപ്പിൾസ്. അപ്പോ നമ്മുടെ ലൈംഗികത സാമൂഹികപരമായിട്ട് അംഗീകാരം കിട്ടിയ, അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഓൺ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മള് ഈ ജന്മവാസന എന്ന് പറയുന്നത്. ഹിഡൻ, അവർ സെക്സ് ലൈഫ്സ് ദാറ്റ് ആർ കോൺട്രറി ടു സൊസൈറ്റി, ഗോഡ്സ് പ്രിൻസിപ്പിൾസ് ഓർ അവർ ഓൺ പ്രിൻസിപ്പിൾസ്. അതായത് രഹസ്യ സ്വഭാവമുള്ള, അല്ലെങ്കിൽ പൊതുസമൂഹം അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ ദൈവിക തത്വങ്ങൾക്ക് വിരുദ്ധമായ, അല്ലെങ്കിൽ നമ്മുടെ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതാണ് ഹിഡൻ. അതിനകത്തും അംബിഷൻസ് വരുന്നുണ്ട്. ആ അംബിഷൻസ് എങ്ങനെയാണ്? അവർ പ്ലാൻസ് റിഗാർഡിംഗ് അവർ സെക്സ് ലൈഫ്സ് ഏതർ അക്സെപ്റ്റബിൾ ഓർ ഹിഡൻ. നമ്മുടെ പ്ലാനുകളാണ് ഇത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതും ഹിഡനുമായിട്ടുള്ള സെക്സിലേക്ക് നയിക്കുന്നതാണ് നമ്മുടെ ആഗ്രഹം. ഈ അംബിഷൻസ് മൂന്നും ചേർന്നാണ് നമുക്ക് സ്വാർത്ഥത ഉണ്ടാകുന്നത്. അങ്ങനെ അത് തെറ്റിലേക്ക് നീങ്ങുന്നു. അങ്ങനെ സാമൂഹ്യപരമായിട്ടുള്ള ഈ ജന്മവാസനകൾ നമുക്ക് റിസെന്റ്മെന്റ്സും, സെക്യൂരിറ്റി ആയിട്ടുള്ള ജന്മവാസനകൾ ഭയവും, സെക്സുമായിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് നമുക്ക് ഹാമും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി തരുന്നു. അപ്പോ റിസെന്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മറ്റുള്ളവരുടെ നീരസം പുലർത്തുക, നമ്മൾ നിരാകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടുകയോ എന്ന് ചെയ്യുന്നുള്ള ഇതുകൊണ്ടാണ് ഈ റിസെന്റ്മെന്റ്സ് വരുന്നത്. മറ്റേ ഫിയർ വരുന്നത് ആൻഷൈറ്റിയിൽ നിന്നും അജിറ്റേഷനിൽ നിന്നും ഒക്കെയാണ്. മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴോ അവരിലേക്ക് കൂടുതൽ നമ്മൾ ഭരണം നടത്താൻ പോകുമ്പോഴൊക്കെ കിട്ടുന്നത്. സെക്സൽ ആയിട്ടുള്ള ജന്മവാസനകൾ ഇത് റോങ് ആക്ട്സ് വിച്ച് റിസൾട്ട് ഇൻ പെയിൻ, ഹർട്ട്, ഫീലിംഗ്, വറി, ഫിനാൻഷ്യൽ ലോസ് എക്സെട്ര ഫോർ അതേഴ്സ് ആൻഡ് അവർസെൽവ്സ്. നമ്മൾക്കും മറ്റുള്ളവർക്കും ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള നഷ്ടം, ദുഃഖം, ഹർട്ട് ഫീലിംഗ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ഹർട്ട് ഫീലിംഗ്, ഇതെല്ലാം കൂടി കൂടിച്ചേർന്നാണ് സെക്ഷൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടാകുന്ന റോങ്സ്, തെറ്റുകൾ. സെൽഫിഷിനെ നമുക്ക് എങ്ങനെയാണ് നിർവചിക്കാവുന്നത്? ടു മച്ച് കൺസേൺ വിത്ത് വൺസ് ഓൺ വെൽഫെയർ ഓർ ഇൻട്രസ്റ്റ് ആൻഡ് ഹാവിംഗ് ലിറ്റിൽ ഓർ നോ കൺസേൺ ഫോർ അതേഴ്സ്. അതായത് തന്റെ മാത്രം വെൽഫെയറിന്, ഗുണമേന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റൊരാളുടെ കാര്യങ്ങൾ കൺസേൺ ചെയ്യുമ്പോൾ കഴിയാത്ത രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സ്വാർത്ഥൻ. അപ്പോ ഒരു ആൽക്കഹോളിക് സെൽഫ് സീക്കർ ആണെന്ന് പറയുന്നത് ആ പേഴ്സൺ, അയാള് ഹു സീക്സ് ഓൺലി ഓർ മെയിൻലി ടു ഫർദർ ഹിസ് ഓൺ ഇൻട്രസ്റ്റ്, അവന്റെ മാത്രം താല്പര്യങ്ങൾ നിർത്തിയായിരിക്കും അവന്റെ ചിന്തകൾ. അപ്പോ ഈ രണ്ട് സെൽഫിഷിൽ നിന്ന് സെൽഫ് സീക്കറായിട്ട് മാറുന്ന ആളിൽ നിന്ന്, അല്ലെങ്കിൽ സെൽഫ് സെന്റേർഡ് എന്ന് പറഞ്ഞാൽ occupied or concerned only with one's own affairs, അവന്റെ മാത്രം ബന്ധങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന
മറ്റൊരാളെ പറ്റി ചിന്തിക്കാത്ത ഒരാളാണ്. അപ്പൊ ഈ സെൽഫ് സെന്റേർഡ്, സെൽഫിഷ്, സെൽഫ് സീക്കർ ആയിട്ടുള്ള ഒരു ആളിൽ നിന്നാണ് നമ്മൾ പറയുന്നത് അവന്റെ വില്ലും ലൈഫും അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രവർത്തനങ്ങളും മറ്റൊരാളിലേക്ക് തിരിച്ചുവിടാനായിട്ട് 3-ാം പടിയിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ബേസിക് ഇൻസ്റ്റിങ്സിനെ പറ്റി 22 പ്രാവശ്യം ആൽക്കോളിസ് അനോണിമസിന്റെ ബുക്കിലായിട്ടും 12 and 12 പറഞ്ഞിട്ടുണ്ട്. സെൽഫിഷ്നെസിനെ പറ്റി 6 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ട് ഹൗ ഇറ്റ് വർക്സിലെ പേജ് നമ്പർ 62 പറയുന്നുണ്ട്, എബവ് എവരിതിങ് വി ആൽക്കഹോളിസ്റ്റ് മസ്റ്റ് ബി റൈഡ് ഓഫ് ദിസ് സെൽഫിഷ്നെസ്. നമ്മള് എല്ലാത്തിനും ഉപരിയായിട്ട് ഈ സ്വാർത്ഥതയിൽ നിന്ന് മാറി നിൽക്കണമെന്ന്. അടുത്തത് പറയുന്നത് ഇൻടു ആക്ഷൻ, അല്ലെങ്കിൽ പ്രവൃത്തി പദത്തിലേക്ക് പേജ് 84 അതിനകത്ത് കണ്ടിന്യൂ ടു വാച്ച് ഫോർ സെൽഫിഷ്നെസ്, ഡിസോണസ്റ്റി, റിസെന്റ്മെന്റ് ആൻഡ് ഫിയർ. നമ്മൾ തുടർച്ചയായിട്ട് നമ്മുടെ സ്വാർത്ഥതയും സത്യസന്ധതയില്ലായ്മയും നീരസവും ഭയവും പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. അടുത്തത് ടു വൈഫ്സ് എന്ന് പറയുന്ന പേജ് നമ്പർ 116 ഹാബിറ്റ് വർക്സിൽ നമ്മൾ വായിച്ചതാണ്. പേജ് നമ്പർ 62 സെൽഫിഷ്നെസ്, സെൽഫ് സെന്റേർഡ്നെസ്സും ആണ് നമ്മുടെ മൂല കാരണം എന്നുള്ളതും. അതുകൂടാണ്ട് ഡോക്ടേഴ്സ് ബോബ്സ് നൈറ്റ് മെയറിൽ പറയുന്നുണ്ട്, അൺഫോർച്ചുനേറ്റ്ലി ഫോർ മീ ഐ വാസ് ദ ഓൺലി ചൈൽഡ് വിച്ച് പെർഹാപ്സ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ലൈഫ് ആൻഡ് യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. അപ്പൊ നമ്മുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ മനോഭാവം മാറ്റിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. സ്റ്റെപ്പ് 3 നമുക്ക് ഒരു മാറിയ മനോഭാവം തരികയാണ്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഈ മദ്യപാനത്തിന്റെ ഉപയോഗത്തോടുണ്ടാകുന്ന നമ്മുടെ സമീപനം മാറുന്നു. നമുക്ക് നമ്മളെ മദ്യപാനം നിയന്ത്രിക്കാൻ കഴിയുകയില്ല എന്നുള്ള ഒരു ആശയം നമ്മളിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബിലീഫ് നമ്മുടെ ഉള്ളിലുണ്ടാവും. അത് മാറുന്നു. അങ്ങനെ നമ്മുടെ ചിന്തകളെ മാറ്റാനായിട്ട് സ്റ്റെപ്പ് 3 നമ്മളെ സഹായിക്കുന്നു. ഈ സ്റ്റെപ്പ് 3 അല്ലെങ്കിൽ നമ്മള് മലയാളത്തിലേക്ക് സ്റ്റെപ്പിന് മാറ്റുമ്പോൾ ഘട്ടം എന്ന് പറയുന്നത്, അപ്പൊ 3-ാം ഘട്ടം എന്ന് പറയുന്നത് 4-ാം ഘട്ടത്തിലേക്കോ 5-ാം ഘട്ടത്തിലേക്കുള്ള ഒരു വഴിയൊരുക്കലാണ്. അപ്പോ ഒരു നല്ല രീതിയിൽ സ്റ്റെപ്പ് 3 കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു കൺസെപ്റ്റ്, നല്ലൊരു ആശയം നമ്മുടെ ഉള്ളിലുണ്ടാവണം ഹയർ പവറിനെ കുറിച്ച്. അല്ലെങ്കിൽ നമ്മള് സഹായം സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അത് ഒരു ട്രസ്റ്റ് ആണ്. അത് ഹയർ പവറിലേക്കുള്ള അല്ലെങ്കിൽ ഉന്നത ശക്തിയിലേക്കുള്ള ഒരു വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ നമുക്ക് തീർച്ചയായും ഹയർ പവറിൽ മറ്റ് പല സോഴ്സുകളും വർക്ക് ചെയ്യാത്തപ്പോഴും അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്തപ്പോഴും നമുക്ക് ഈ ഹയർ പവറിലുള്ള ഒരു വിശ്വാസത്തിലൂടെ അല്ലെങ്കിൽ നമുക്ക് സ്പോൺസർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ടീമായിട്ടുള്ള നമ്മുടെ AA മെമ്പേഴ്സിന്റെ ഒക്കെ സഹായത്താല് ആ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. അപ്പൊ കൂടാതെ നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്ന കാര്യങ്ങൾ മാറ്റുവാൻ പറ്റാവുന്നതും മാറ്റുവാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഈ ഉന്നത ശക്തിയുടെ സഹായത്താൽ അതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ ഇംഗ്ലീഷ് പ്രാർത്ഥനയിൽ ഇപ്പൊ നമ്മുടെ മലയാളത്തിലുള്ള പ്രാർത്ഥന കഴിയുമ്പോൾ അങ്ങയുടെ ഇഷ്ടം നിറവേറണമേ, നോട്ട് മൈൻ ബി ഡൺ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ദ വിൽ നോട്ട് മൈൻ ബി ഡൺ എന്ന രീതിയിൽ പറയാറുണ്ട്. അപ്പോ പ്രയർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഹയർ പവറിലേക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ തിരിയുമ്പോഴോ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിനെ ബലി കഴിക്കുന്നില്ല. നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മനുഷ്യരായി നമ്മൾ മാറുകയാണ്. സ്റ്റെപ്പ് 1 ഞാൻ പറയുന്നത് എന്താണ്? ഐ കാണ്ട്, എനിക്ക് കഴിയില്ല. സ്റ്റെപ്പ് 2 പറയുന്നത് ഗോഡ് ക്യാൻ, ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3-ാമത്തെ പടിയില് നമ്മൾ പറയുന്നത് ഐ വിൽ ലെറ്റ് ഹർ എന്നോ ഹിമെന്നോ, ദൈവത്തെ ആരാണോ നമ്മൾ അല്ലെങ്കിൽ ഉന്നത ശക്തിയെന്നോ, ആ ഉന്നത ശക്തിയെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് നമ്മൾ അനുവദിക്കുകയാണ്. ആദ്യത്തെ 2 പടികളും അല്ലെങ്കിൽ സ്റ്റെപ്പ് 1-നെയും സ്റ്റെപ്പ് 2-നെയും ഒരു റിഫ്ലക്ഷൻ സ്റ്റെപ്പ് ആയിട്ടാണ് പറയുന്നതെങ്കിലും 3rd സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്നത് ഒരു ആക്ഷൻ സ്റ്റെപ്പാണ്. അറിയാം, അവിടെ ഒരു ആക്ഷൻ ആവശ്യമുണ്ട്. അപ്പോ സ്റ്റെപ്പ് 3-ല് നമ്മൾ എടുക്കുന്ന തീരുമാനം അതൊരു പാലമാണെന്ന് പറയാറുള്ളത്. അതായത് നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിലേക്ക് നയിക്കുന്ന പാലവും
നമ്മുടെ പ്രോഗ്രാം ഓഫ് റിക്കവറി, അതിന് അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ആക്ഷന്റെ പാർട്ടുമാണ് എന്ന് പറയാറുണ്ട്. കൂടാതെ ഇതൊരു പോസിബിലിറ്റിയാണ്, കൂടുതൽ സാധ്യത തരുന്നുണ്ട് റിയാലിറ്റിയിലേക്ക്, യഥാർത്ഥത്തിലുള്ള ഒരു ചേഞ്ചിലേക്കുള്ള ഒരു സാധ്യതയും തരുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ പടി. അപ്പൊ ഡിസിഷൻ അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൂന്നാമത്തെ പടി നമ്മളെ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ പരിശോധനാപൂർവമായിട്ടുള്ള ഡിസിഷൻ, നമ്മളിപ്പോ ഓരോ ഡിസിഷൻ എടുക്കുമ്പോൾ ഒന്ന് എക്സാമിൻ ചെയ്യുന്നുണ്ട്, ഈ ഡിസിഷൻ എടുത്താൽ കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ചില സ്പോൺസർമാരുടെയോ നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ പല ഡിസിഷൻസുകളും ഇപ്പൊ എടുക്കുന്നത്. അങ്ങനെ ഇത് നമുക്കൊരു ക്രൈസിസിൽ നിന്ന് ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയുള്ള ഒരു ക്രൈസിസിൽ നിന്ന് മാറി നിൽക്കാനായിട്ട്, കാരണം നമ്മളെടുത്ത പല ഡിസിഷൻ മൂലമാണ് നമ്മളുടെ പഴയ ജീവിതത്തില് ക്രൈസിസുകൾ ഉണ്ടായത്, പല തീരുമാനങ്ങളും തെറ്റായിരുന്നുകൊണ്ടാണ്. പക്ഷെ നമ്മളൊരു സ്വയം പുറകോട്ട് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് കുറച്ച് സമയം ആലോചിച്ച് പുതിയ ആശയങ്ങളും നോളജും ഒക്കെ ഇൻപുട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ ഡിസിഷൻസ് എടുക്കുന്നത്. അത് തന്നെയാണ് തേർഡ് സ്റ്റെപ്പില് നമ്മൾ ഒരു ഉത്തരവാദിത്വമുള്ള അല്ലെങ്കിൽ നല്ല ഒരു ലക്ഷ്യബോധമുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ടാം പടിയിൽ കണ്ടുമുട്ടിയ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച നമ്മുടെ ആ ഉന്നത ശക്തിയെ നമ്മുടെ ജീവിത യാത്രയിലുണ്ടാകുന്ന ഓരോ ട്രാൻസ്ഫോർമേഷനും അനുവദിക്കുകയാണ് ചെയ്യുക മൂന്നാം പടിയിലൂടെ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വി ടേൺ അവർ വിൽ, നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ അതിന് നമ്മൾ പറഞ്ഞു അവർ തോട്ട്സ് ആൻഡ് ആക്ഷൻസ്, നമ്മുടെ ചിന്തകളുടെയും പ്രവർത്തനങ്ങളെയും നമ്മൾ ഉന്നത ശക്തിയിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കെയറിലേക്ക് തിരിച്ചുവിടുകയാണ്. കാരണം ഇതുവരെ നമ്മൾ നയിച്ചിരുന്ന നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ സെൽഫിഷ്നെസ്സിന് നിറഞ്ഞ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ അല്ലെങ്കിൽ ഉന്നത ശക്തിയുടെ ഒരു ഗൈഡൻസിന്റെയും ഡയറക്ഷന്റെയും മുന്നിലൂടെ കടന്നു പോകാൻ സഹായിക്കുന്നതാണ് 12 സ്റ്റെപ്പ് പ്രോഗ്രാം. അപ്പോ ഇവിടെ നമ്മൾ കാണുന്ന ഗോഡ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള സങ്കല്പമാണ്, സ്വകാര്യമായിട്ടുള്ള ആശയമാണ്. അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ ദൈവത്തെ പറ്റി സ്റ്റെപ്പ് 3 പറയുന്നില്ല. നമ്മൾ ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം എന്ന് പറയുന്നുണ്ടെങ്കിലും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഗോഡിനെ നമുക്ക് ഗുഡ് ഓർഡർലി ഡയറക്ഷൻ എന്നോ ഗ്രൂപ്പ് ഓഫ് ഡ്രങ്ക്സ് എന്നൊക്കെ പല രീതിയിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ദൈവത്തിലുള്ള ആശയം അല്ലെങ്കിൽ ആ സങ്കല്പം എന്തും ആയിക്കൊള്ളട്ടെ, അതിവിടെ ഒരു പ്രശ്നമല്ല. ഉന്നത ശക്തിയിൽ വിശ്വസിക്കാൻ തയ്യാറാവുക, അങ്ങനെ നമ്മുടെ ഈ ജീവിതത്തെ നമ്മുടെ തീരുമാനങ്ങളെ അദ്ദേഹത്തിന്റെ തീരുമാനവുമായിട്ട് മാച്ച് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്ന് മാത്രമേ മൂന്നാം പടിയിൽ ചിന്തിക്കുന്നുള്ളൂ. ബോണ്ടേജ് ഓഫ് സെൽഫിൽ നിന്ന് മൈ തിങ്കിങ്, എനിക്കറിയാം നമ്മുടെ ചിന്തകള് ഫിയർ, ഭയമായിരുന്നു ഏറ്റവും. കാരണം നമ്മളെപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച്, സാമ്പത്തികമായിക്കൊള്ളട്ടെ, എല്ലാം അഫ്രൈഡാണ്, നമുക്കിതെല്ലാം നഷ്ടപ്പെടുമെന്നുള്ള ഭയം. അപ്പൊ എന്റെ ഭയത്തിൽ നിന്നുള്ള ചിന്തകളിൽ നിന്ന് മൈ ഫീലിങ്സ്, എന്റെ വികാരങ്ങൾ, അതായത് സ്വയം ഹർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന, സ്വന്തം സെൽഫ് എസ്റ്റീമിനുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്തിനുള്ള അംബിഷൻസ്, ആഗ്രഹങ്ങളുടെ, റിലേഷൻഷിപ്പ്, സെക്സ്, ഈ ഫീലിങ്ങുകളെല്ലാം ദൈവത്തിലേക്ക് തിരിച്ചുവിടുന്ന ഒരു തീരുമാനം. അതുകൂടാണ്ട് മൈ ആക്ഷൻസ്, ഡിസ്ഹോണസ്റ്റ് ആക്ഷൻസ് എന്ന് പറയുമ്പോൾ ഡിസ്ഹോണസ്റ്റ്, സത്യസന്ധതയില്ലായ്മ, റിസെന്റ്മെന്റ്സ്, നീരസം, ആങ്കർ, ദേഷ്യം, ഹെയ്റ്റ്, മറ്റുള്ളവരോടുള്ള വെറുപ്പ്, സെൽഫിഷ്, സ്വാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്, ജലസ്, അസൂയ, പിന്നെ എൻവി, ഗ്രീഡി, ആർത്തി, ലസ്റ്റ്ഫുൾ, നമ്മുടെ കാമം, അങ്ങനെയുള്ള ഇൻടോളറന്റ്, അസഹനീയത, ഇതെല്ലാം നമ്മുടെ ആക്ഷൻസുകളാണ്. അപ്പൊ ആ ആക്ഷനുകളെല്ലാം നമ്മള് ദൈവത്തിന്റെ വില്ലിലേക്ക് തിരിച്ചുവിടാനായിട്ട് തീരുമാനിക്കുകയാണ്. കൂടാതെ എന്റെ പ്രവർത്തനങ്ങൾ, ഞാൻ പലപ്പോഴും ഐ ഹാം അതേഴ്സ്, മറ്റുള്ളവർ ഉപദ്രവിക്കുകയായിരുന്നു, ഐ ഹാം മൈസെൽ, അത് പ്രത്യേകിച്ച് കുടിയിലൂടെയോ അല്ലെങ്കിൽ എന്റെ പ്രവർത്തനത്തിലൂടെയോ ആണ്
ഞാനത് ചെയ്തിരുന്നത്. അതെല്ലാം ദൈവത്തിന്റെ ഒരു ഇഷ്ടത്തിലേക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നു. മൈ തിങ്കിങ്, എന്റെ ചിന്തകൾ, മൈ ഫീലിങ്സ്, എന്റെ വികാരങ്ങൾ, മൈ ആക്ഷൻസ്, എന്റെ പ്രവർത്തനങ്ങൾ, മൈ ബീയിങ്സ്, ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും സ്വയം ഉപദ്രവിച്ചുകൊണ്ടിരുന്ന പ്രവൃത്തികളെല്ലാം ഞാൻ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുകയാണ് ഈ പടിയിലൂടെ ചെയ്യുന്നത്. ഇപ്പൊ ഇത്രയും പറഞ്ഞതുകൊണ്ട് നമുക്കൊരു 5 6 കാര്യങ്ങൾ തീരുമാനിക്കാം. ഒന്നാമത്തെ കാര്യം, എന്റെ ജീവിതം നശിക്കാൻ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലാകാനുള്ള കാരണം എന്റെ സെൽഫ് വില്ലാണ്. അത് കൊണ്ട് മാത്രമാണ് എനിക്ക് സക്സസിൽ എത്താൻ പറ്റാഞ്ഞത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഐ ഹാവ് ടു ക്വിറ്റ് പ്ലേയിങ് ഗോഡ്, ദൈവം കളിക്കുന്നത് നിർത്തണം. മൂന്നാമത്തത്, ഗോഡ് വിൽ ബി മൈ ഡയറക്ടർ, ദൈവമായിരിക്കും എന്റെ ഡയറക്ടർ. 4, ഐ വിൽ അലോ ഗോഡ് ടു ബി മൈ ന്യൂ എംപ്ലോയർ, എന്റെ പുതിയ എംപ്ലോയർ ആയിട്ട് ദൈവത്തെ ഞാൻ അനുവദിക്കും. ദാറ്റ് ഐ അറ്റ് ലാസ്റ്റ് അബൻഡൻ മൈസെൽഫ് ടു ഗോഡ്, ഞാൻ ദൈവത്തിലേക്ക് പൂർണ്ണമായും എന്നെ സമർപ്പിക്കും. ഒരു റിസർവേഷനും കൂടാതെ ഈ കാര്യങ്ങൾ ഞാൻ ചെയ്യും. പിന്നെ ഞാന് that I practice becoming honest and humble. All of the requirement should be before the third step prayer, because I can't engineer that on my own using nothing but my intelligence and my willpower. പേജ് നമ്പർ 37 പറയുന്ന കാര്യങ്ങളാണിത്. 3-ാം പടിയില് അവസാനമായിട്ട് പ്രാർത്ഥനയാണ്. അത് എനിക്ക് എന്റെ സ്പോൺസർ പറഞ്ഞു തന്നാണ്. അത് ഇങ്ങനെയാണ്: ദൈവമേ, എന്റെ എല്ലാ കഷ്ടപ്പാടുകളുമായി ഞാനിതാ ഇവിടെ നിൽക്കുന്നു. ഞാൻ എല്ലാം വഷളാക്കിയിരിക്കുന്നു. എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്നെയും എന്റെ കഷ്ടപ്പാടുകളെയും സ്വീകരിച്ച് എന്തെങ്കിലും ചെയ്യുക. ദൈവമേ, വർഷങ്ങളായി എനിക്ക് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാനിത് അങ്ങയിലേക്ക് വഴി തിരിച്ച് വിടുന്നു. ഈ പ്രാർത്ഥനയോടുകൂടി 3-ാം പടിയിലെ നമ്മുടെ ചിന്തകള് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത മീറ്റിംഗില് നമുക്ക് വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഇന്നിവിടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.